ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകം മുഴുവനും പരിപൂർണമായി ഉന്മൂലനം ചെയ്യപ്പെടുന്നതായ ഒരു ദിവസത്തെ പറ്റി തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്കിടെ അടിക്കടി ഓർമ്മപ്പെടുത്തുമായിരുന്നു. ഈ ലോകം മുഴുവനും നശിക്കും, ഈ ലോകത്തിനൊരു അവസാനമുണ്ടാകും. ലോകാവസാനത്തെ പറ്റി, അതിന്റെ അടയാളങ്ങളെ പറ്റി പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് അടിക്കടി ഓർമ്മപ്പെടുത്തുമായിരുന്നു. എപ്പോഴും പ്രവാചകന്റെ വചനങ്ങളിൽ അത് കാണാൻ സാധിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ജിബ്രീൽ എന്ന മലക്ക് മുഖേന അടിക്കടി ഉണർത്തിക്കൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെ ഈ അടയാളങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അടയാളങ്ങളെ ഉലമാ തരം തിരിച്ചിട്ടുള്ളത് മൂന്നായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തു, അതിനെ ഓഹരി ചെയ്തു. ഒന്നാമത്തത് ഖിസ്മുൻ ലഹറ വൻ ഖലാ, ഈ ലോകത്ത് വരികയും ചെയ്തു, കഴിഞ്ഞു കിടക്കുകയും ചെയ്തു. അങ്ങനത്തെ ചില അടയാളങ്ങൾ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളിലൂടെ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തത് വഖിസ്മുൻ യൽഹറു വയൻഖലി, ഇപ്പോൾ പ്രകടമായിക്കൊണ്ടിരിക്കുകയും ഇപ്പോൾ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ചില അടയാളങ്ങൾ. മൂന്നാമത്തത് വഖിസ്മുൻ ലം യൽഹർ വലം യൻഖലി, ഇതുവരെ വന്നിട്ടുമില്ല, ഇതുവരെ കഴിഞ്ഞു കടന്നിട്ടുമില്ല, അങ്ങനത്തെ ചില അടയാളങ്ങൾ. വളരെ ശ്രദ്ധിക്കണം, ഞാൻ ഈ പറയുന്ന വിഷയം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള മുഴുവൻ ലോകാവസാനത്തിന്റെ അടയാളങ്ങളെയും പിൽക്കാലത്ത് വന്നതാകുന്ന സച്ചരിതരാകുന്ന ഇമ്മത്തുകൾ വേർതിരിച്ചത് മൂന്നായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തു, ഓഹരി ചെയ്തു. ഒന്ന് ഖിസ്മുൻ ലഹറ വൻ ഖലാ, ഈ ലോകത്ത് ആ അടയാളങ്ങൾ വന്നു പുലർന്നു, അത് കഴിഞ്ഞു കിടക്കുകയും ചെയ്തു, അടയാളങ്ങൾ വന്നുപോയി. രണ്ടാമത്തത് വഖിസ്മുൻ യൽഹറു വയൻഖലി, രണ്ടാമത്തെ വിഭാഗം ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുകയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അടയാളങ്ങൾ. ഇപ്പോഴും ഉണ്ടത് സമൂഹത്തിൽ, അങ്ങനെ കാലഘട്ടക്രമേണ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ നിലവിലുള്ള അടയാളങ്ങൾ. മൂന്നാമത്തത് വഖിസ്മുൻ ലം യൽഹർ വലം യൻഖലി, ഇതുവരെ വന്നിട്ടുമില്ല, കഴിഞ്ഞു കിടന്നിട്ടുമില്ല, അങ്ങനത്തെ ചില അടയാളങ്ങൾ. ആ അടയാളങ്ങൾ ഇനിയും ബാക്കിയാണ്, ഇനിയും വരാനുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കടന്നുവരവ് പോലെ, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കടന്നുവരവ് പോലെ, യൗജൂജ് മഅജൂജിന്റെയും ദജ്ജാലിന്റെയും രംഗപ്രവേശനം പോലെ, ഇതൊക്കെ വലിയ വലിയ അടയാളങ്ങളാണ്, ഇനി വരാനിരിക്കുന്ന അടയാളങ്ങളാണ്. അതൊക്കെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഇനി വരും കാലഘട്ടങ്ങളിൽ നമ്മൾ കാണാനും അഭിമുഖീകരിക്കാനുമുള്ള അടയാളങ്ങളാണ്. അത് വരാതെ ലാ തഖൂമുസ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കഴിഞ്ഞു കടന്ന അടയാളങ്ങളെ പറ്റി ഉലമാ നിർവചിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവും അവിടുത്തെ വഫാത്തുമാണ്. ഒന്നാമത്തെ അടയാളം അതായിരുന്നു, ഒന്നാമത്തെ വിഭാഗം അതാണ്. വഖിസ്മുൻ യൽഹറു വയൻഖലി, വെളിവാകുകയും കഴിഞ്ഞു കടന്നുകയും ചെയ്തിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ച വിഭാഗത്തിൽ ഉലമാ എണ്ണി ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബിഇസത്ത്, മുത്തുനബിയുടെ കടന്നുവരവ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? അവസാനത്തെ പ്രവാചകരാണ്, ഖാതിബുൻ നബിയാണ്. ആ പ്രവാചകർ വന്നതോടുകൂടി മനസ്സിലാക്കിക്കോ, ഈ ലോകത്തിനൊരു പര്യവസാനമുണ്ട്, അവസാനമുണ്ട് എന്നതിനെ കുറിക്കാണ്. അവസാനത്തെ പ്രവാചകൻ വന്നു, അതുകൊണ്ട് ഈ ലോകത്തിന്റെ അവസാനത്തെ കുറിക്കുന്നു. അത് തന്നെ ഒരു അടയാളമാണ്. മുത്തുനബി വന്നു, ആ മുത്തുനബിയുടെ വഫാത്ത്, അടയാളം നമ്പർ 1. അത് കഴിഞ്ഞതാണ്. ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നതായ അടയാളങ്ങൾ, അതാണ് രണ്ടാമത്തെ വിഭാഗം. വഖിസ്മുൻ യൽഹറു വയൻഖലി, ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുകയും ഇപ്പോൾ സമൂഹത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ചില അടയാളങ്ങൾ ധാരാളമുണ്ട്. എത്രയാണ് എണ്ണിയാൽ ഒതുങ്ങൂല, എത്രയോ അടയാളങ്ങളുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മിൻഹാ യക്സുറു സിനാ,
ويكثر أولاد الزنا. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്, അവസാന കാലഘട്ടത്തിൽ നടക്കുകയും സമൂഹത്തിൽ നടമാടുകയും ചെയ്യുന്ന അടയാളങ്ങളിൽ പെട്ടതാണ് യകുസുറു സിനാ, വ്യഭിചാരം അധികരിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിധങ്ങൾ പറഞ്ഞത് ഇന്ന് പുലർന്നിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കാൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഉറപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്, വയകുസുറു ഔലാദു സിനാ, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങളും അധികരിക്കുമേ, ജാരസന്താനങ്ങൾ അധികരിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് സുപ്രീം കോടതി പോലും ലാഘവത്തോടുകൂടി കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് പാസാക്കി കൊടുത്തതല്ലയോ വിവാഹേതര ലൈംഗിക ബന്ധം പ്രശ്നമല്ല. അയൽവക്കത്തെ കാക്ക വന്നിട്ട് സ്വന്തം ഭാര്യയെ അവന്റെ ഭാര്യ വന്ന് ബന്ധപ്പെട്ടിട്ട് പോയാൽ അല്ല കേസില്ല, രണ്ടുപേരും ഇഷ്ടപ്രകാരമാണ് എങ്കിൽ റാഹത്തായി. അതാണ് ഇപ്പോഴത്തെ വിധി അല്ലേ? ആർക്കൊന്നും പറയാൻ പറ്റൂല. വിവാഹേതര ലൈംഗിക ബന്ധം സ്വച്ഛന്തം വിഹരിക്കാം, ആർക്കും എവിടെയും കയറി ചെല്ലാം, ആരെയും പിടിക്കാം, ആ താത്താക്ക് സമ്മതം ഉണ്ടായാൽ മതി അല്ലേ? ഇപ്പോഴത്തെ സൗകര്യം അതാണ്. പരിശുദ്ധ ഖുർആനും ഹദീസും എന്താണ് ഇതിനെ പറ്റി പറയുന്നത്? വമിൻഹാ യകുസുറു സിനാ, ലോകാവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ് വ്യഭിചാരം അധികരിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചാരം അധികരിക്കും ആദരവായ റസൂലുള്ളാഹി. മനസ്സിലായിക്കോ? നിസ്സാരമായി കാണരുത്, നമ്മൾ നിസ്സാരമായി കാണരുത്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമല്ല. അങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ചിലർ അങ്ങനെയാണ് കരുതുന്നത്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ പരസ്പരം അന്യപുരുഷന്മാര് തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, അതാണ് വ്യഭിചാരം. ഒരിക്കലുമല്ല. ഇസ്ലാമിക ദൃഷ്ടിയാൽ വ്യഭിചാരം അങ്ങനെയല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലൈനാനി തസിനിയാൻ ഫസിനാഹുമാ അന്നളുറൂ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇന്നല്ലാഹ കതബ അലാ ഇബ്നി ആദം നസീബഹു മിനസ് സിനാ മുദ്രികുൻ ലാ മഹാലത. ആദരവായ റസൂലുള്ളാഹി പ്രവാചകൻ തുടങ്ങുന്നത് തന്നെ ഹദീസിന്റെ തുടക്കം തന്നെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന വചനം കൊണ്ടാണ്. ഇന്നല്ലാഹ കതബ അലാ ഇബ്നി ആദം നസീബഹു മിനസ് സിനാ. ഈ ദുനിയാവിൽ ആദം സന്തതികളായി കടന്നുപോയിട്ടുള്ള ഏതൊക്കെ വ്യക്തികളുണ്ടോ, സമൂഹമുണ്ടോ, മനുഷ്യ മക്കളെ, മാനവ കുലമേ, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വ്യഭിചാരത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇന്നല്ലാഹ കതബ അലാ ഇബ്നി ആദം നസീബഹു മിനസ് സിനാ മുദ്രികുൻ ലാ മഹാലത. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വ്യഭിചാരത്തിന്റെ അവസ്ഥാവിശേഷം കടന്നു വരുമേ. വ്യഭിചരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടാതെ ജീവിതത്തിൽ ഒരു ആദം സന്തതികളും കടന്നു പോകൂല എന്ന് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി. മുദ്രികുൻ ലാ മഹാലത, തീർച്ചയായും എത്തിക്കും, അത് നിസ്സംശയം സയ്യിദുനാ റസൂലുള്ളാഹി. എന്താ ഈ പറഞ്ഞത്? വ്യഭിചരിക്കാനുള്ള ഒരു സാഹചര്യം, അന്യ സ്ത്രീകളെ വ്യഭിചരിക്കാനുള്ള ഒരു സാഹചര്യം ആദം സന്തതികളാകുന്ന ഞാനും നിങ്ങളും അടക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിനുള്ള ഒരു സാഹചര്യം അള്ളാഹു ഒരുക്കി തരും.
ഇതിനെ പരീക്ഷണം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതെപ്പോഴാണ് ഉസ്താദ് അവിടെ ഏറ്റവും തരുമായിരുന്നു കുറിച്ചു വെക്കാൻ വേണ്ടിയായിരുന്നു. ചിലവന്മാരിപ്പം അത് പിന്നെ ജീവിച്ചത് നന്നായി. അങ്ങനെ ഒരു സാഹചര്യം കിട്ടുവാണെങ്കിൽ അത് റാഹത്താക്കണം. അള്ളാഹു ആക്കട്ടെ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും വ്യഭിചരിക്കാനുള്ള ഒരു സാഹചര്യം ആരും ഇല്ലാത്തൊരവസ്ഥ, അങ്ങനെ ഒരു സാഹചര്യം റബ്ബ് ഒഴുക്കി തരും. നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മളെ ആ സാഹചര്യത്തിൽ തൊട്ട് കാക്കട്ടെ. ഉണ്ടാവും, ജീവിതത്തിൽ ഉണ്ടാവും, ഒരിക്കലെങ്കിലും ഉണ്ടാവും. അതാണ് ഹദീസ്, മുത്തുനബി പഠിപ്പിച്ചതാണ്. ഹദീസാണ്, ഇത് ആർക്കും തള്ളാൻ പറ്റൂല. തീർച്ചയായും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എത്തിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് ഉറപ്പെടുത്തുകയാണ്, ഫലൈനാനി തസ്നിയാൻ ഫസിനാഹുമാ അന്നളറൂ. രണ്ട് കണ്ണുകൾ വ്യഭിചരിക്കുന്നുണ്ട് സാബ, രണ്ട് കണ്ണുകൾക്ക് വിചാരമുണ്ട് സാബ. കണ്ണുകളുടെ വിചാരം ഹറാമായ നോട്ടമാണ് എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അന്യ പെണ്ണിലേക്ക് നീ നോക്കുന്നുണ്ടോ? വിചാരത്തോടുകൂടിയുള്ള നിന്റെ നോട്ടമില്ലയോ? അത് കണ്ണിന്റെ വിചാരമാണ്. ശഫിയായ റസൂലുള്ളാഹി. ഇന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരുണ്ടോ? ചിന്തിക്കുന്ന സഹോദരങ്ങളുണ്ടോ? സഹോദരിമാരുണ്ടോ? എല്ലാവരും ടിക്ടോക്കിലൂടെ പരസ്പരം കളികോപ്പുകൾ കൊണ്ട് ജീവിതം നിറയ്ക്കുകയല്ലയോ? സിനിമാ ഡയലോഗുകൾ കൊണ്ട്, സിനിമാ പാട്ടുകൾ കൊണ്ട് ടിക്ടോക്കുകൾ നിറയ്ക്കുന്ന സമൂഹമല്ലയോ? അന്യ സ്ത്രീ പുരുഷന്മാരുമായി പരസ്പരം കാണാൻ കൊതിക്കുന്നതായ കോളേജ് കുമാരന്മാരും കുമാരിമാരുടെയും ലോകത്തല്ലയോ നമ്മൾ അധിവസിക്കുന്നത്? രാവിലെ സ്കൂളിലേക്ക് പോകുന്നത് തന്നെ അന്യ പെണ്ണിനെ കാണാനാണ്. രാവിലെ കോളേജിലേക്ക് കുളിച്ചൊരുങ്ങുന്നത് തന്നെ അന്യ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ നുകരാനാണ്. ഫലൈനാനി തസ്നിയാൻ, രണ്ട് കണ്ണുകൾ വിചരിക്കും സാബ, ഫസിനാകുമാ അന്നളറൂ. രണ്ട് കണ്ണുകളുടെ വിചാരം ഹറാമായ നോട്ടമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അതിനെ തൊട്ട് അല്ലാഹു ആക്കട്ടെ. ഡെയിലി 2GB നെറ്റൊക്കെ ഉപയോഗിക്കുന്ന സഹോദര സഹോദരിമാർ, എന്താണ് നീ കണ്ടു തീർക്കുന്നത്? നീ തന്നെ നിന്റെ സ്വന്തം ശരീരത്തോടൊന്ന് ചോദിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എല്ലാ ദിവസവും 2GB നെറ്റ് അല്ലേ ഉപയോഗിച്ച് തീർക്കാൻ 499-നും 399-നും ജിയോയ്ക്കൊക്കെ റീചാർജ് ചെയ്യുന്ന ചെറുപ്പക്കാരോട് സ്നേഹത്തോടുകൂടി ചോദിക്കട്ടെ, ഈ 1.5 GB 2 GB ഒക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ എന്തിനാണ് ചെലവഴിക്കുന്നത്? എന്ത് ഹൈറായ മേഖലയിലാണ് ചെലവഴിച്ചത്? വയല് കേൾക്കാനാണോ? ഇൽമു നുകരാനാണോ? എന്തെങ്കിലും മസാലകൾ സെർച്ച് ചെയ്യാനാണോ? ഒന്നുമല്ല. കുറെ സിനിമകൾ കാണണം, അശ്ലീലതകൾ കണ്ട് കണ്ണു നിറയ്ക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ മലഅൈനഹു ബിൽ ഹറാം മല അല്ലാഹു ഐനഹു ബിമസാമീരിൻ മിൻ നാർ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ മലഅൈനഹു ബിൽ ഹറാം മല അല്ലാഹു ഐനഹു ബിമസാമീരിൻ മിൻ നാർ. ഈ ദുനിയാവിൽ പാതിരാത്രി സമയത്ത് നെറ്റ് മുഖേന അശ്ലീലതകൾ കണ്ടു തീർക്കുന്ന ചെറുപ്പക്കാരില്ലയോ? സഹോദരിമാരില്ലയോ? ഖേദിക്കണേ, ദുഃഖിക്കണേ, പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്, മൻ മലഅൈനഹു ബിൽ ഹറാം, ഹറാം കണ്ടുകൊണ്ട് കണ്ണ് നിറയ്ക്കുന്നവരെ, ഹറാം കണ്ടുകൊണ്ട് കണ്ണ് നിറയ്ക്കുന്നവരെ, മല അല്ലാഹു ഐനഹു ബിമസാമീരിൻ മിൻ നാർ,
നാളെ നരകത്തിലെ വിറകുകൊള്ളികൾ കൊണ്ട് അവന്റെ കണ്ണുകളെ അല്ലാഹു നിറയ്ക്കുമേ, നരകത്തിന്റെ തീപ്പൊരി കൊണ്ട് നിറയ്ക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അശ്ലീലമാക്കപ്പെട്ട സിനിമാ ഗാനങ്ങൾ കണ്ടുകൊണ്ട് രസിക്കുന്ന സഹോദരാ സഹോദരി, പാതിരാത്രി സമയം വരെ മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് കണ്ണുകളെ നിറയ്ക്കുന്നതായ ചെറുപ്പക്കാരാ, കാമുകയുമായിട്ട് രഹസ്യമായി ഭാഷണം നടത്തി അയ്യമ്മയുടെ ചാറ്റിംഗ് നടത്തുന്ന മുസ്ലിമേ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. നാളെ ആഖിറത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ മുഖേന നിന്റെ കണ്ണുകൾ നരകത്തിന്റെ തീപ്പൊരി കൊണ്ട് നിറയ്ക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മൻ മലഅൈനഹു ബിൽ ഹറാം മല അല്ലാഹു ഐനഹു ബിമസാമീരിൻ മിൻ നാർ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീനില്ലേ? ഉറക്കെ പറയും. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് കണ്ണ് ശ്രദ്ധിച്ചോ, കണ്ണ് ശ്രദ്ധിച്ചോ. കണ്ണ് ഭയങ്കര ഭാഗ്യമുള്ള അവയവമാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരും. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. നമ്മുടെ കണ്ണിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അല്ലേ? കൊച്ചു കുട്ടികൾക്ക് പോലും കണ്ണടയാൻ എല്ലാവരും കണ്ണട വയ്ക്കുന്ന യുഗത്തിലേക്കാണ്. എന്താണ് അവസ്ഥ? ചിന്തിച്ചു നോക്കും. കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാവരുടെയും. അല്ലാഹു ഖൈറായത് കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, വല്ലദാനി തസ്നിയാൻ ഫസിനാഹുമാ അൽബത്ഷൂ. രണ്ട് കൈകൾ വിചരിക്കുന്നുണ്ട് സാബ, കൈകൾക്ക് വിചാരമുണ്ട് സാബ. ഫസിനാഹുമാ അൽബത്ഷൂ. രണ്ട് കൈകളുടെ വിചാരം ഹറാമായ പിടുത്തമാണ്, പിടുത്തമാണ്. അന്യ പെണ്ണിന്റെ ശരീരഭാഷ കണ്ടുകൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് കൈ പോകുന്നുണ്ടോ, പൊങ്ങുന്നുണ്ടോ? ബസ്സിൽ കയറുമ്പോ അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് തൊടാൻ ആഗ്രഹം ജനിപ്പിക്കുന്നുണ്ടോ? അവളുടെ ശരീരത്തിലേക്ക് ട്രെയിനിൽ കയറിയപ്പോൾ നീ തൊട്ടിട്ടുണ്ടോ? ഏത് സ്ഥലത്ത് വെച്ചാകട്ടെ, ഏത് രാത്രിയിൽ വെച്ചാകട്ടെ, ഏത് പകലിൽ വെച്ചാകട്ടെ, നിന്റെ കൈ അത്തരത്തിൽ പോയിട്ടുണ്ട് എങ്കിൽ ഫസിനാഹുമാ അൽബത്ഷൂ. രണ്ട് കൈയുടെ വിചാരം ഹറാമായ പിടുത്തമാണ് ചെറുപ്പക്കാരായെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൈ സൂക്ഷിച്ചോ, കൈ സൂക്ഷിച്ചോ. വളരെ ശ്രദ്ധിക്കേണ്ട കേസാണ്. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. കുടുംബക്കാരൊക്കെ ബന്ധുക്കളൊക്കെ കല്യാണത്തിന്റെ സുദിനത്തിൽ അതിന്റെ തലേന്നൊക്കെ വീടുകളിൽ വരും, വീടുകളിൽ വരും. അല്ലേ? എവിടെ കിടന്ന് ഉറങ്ങുന്നത്? ആരും ശ്രദ്ധിക്കുന്ന തന്നെ ഇല്ല. ചിലപ്പോ അട്ടിയിട്ട് ഉറങ്ങുകയാണ്. ഒരു റൂമിൽ തന്നെ 10 പേര് 12 പേര് ഒരുമിച്ച് കിടന്ന് ഉറങ്ങുക. പലതും സംഭവിക്കാം. ശ്രദ്ധിക്കണം. അത് കുടുംബനാഥന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ എല്ലാരും നെയ്ച്ചോറ് ഇറച്ചിയും കഴിച്ചായിരുന്ന അപ്പൊ ഈ കുലുക്കി സർബത്ത് അടിച്ച് കടന്നോ എന്ന് പറയലല്ല. അവർക്ക് കടക്കാനുള്ള സാഹചര്യങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ അവനവന്റെ വീട്ടിലോട്ട് പോവാ. ഒരു സെക്കൻഡ് മതി എന്തെങ്കിലും സംഭവിച്ചു പോകാൻ. കൊച്ചാപ്പയുടെ മകള്, മൂത്താപ്പയുടെ മകള്, മൂത്താപ്പയുടെ മോന് ഡിൻഡോൾഫിയാക്കി ആഹത്തായി രാത്രിയിൽ കഴിഞ്ഞ്. പെണ്ണുങ്ങൾ തമ്മിൽ നടക്കാം, ആണുങ്ങൾ തമ്മിൽ നടക്കാം. അതൊക്കെ ഹദീസുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. അതിലൊക്കെ പോയി ഒരുപാട് പോകും. അല്ലാഹു സാഹചര്യങ്ങൾ അത്തരത്തിൽ ഉണ്ടാകുന്നതിനെ തൊട്ട് നമ്മളെ കാക്കട്ടെ. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പുരുഷന്മാർ തമ്മിലും ഉണ്ടാകാം, സ്ത്രീകൾ തമ്മിലും ഉണ്ടാകാം. ഹദീസല്ലേ, നബിതങ്ങൾ പഠിപ്പിച്ചതല്ലേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നികാഹുർ റജുലി അർറജുല വനികാഹുൽ മർഅതി അൽ മർഅത. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മിൻഹാ നികാഹുർ റജുലി അർറജുല. ലോകാവസാനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കാലഘട്ടം കണ്ടാൽ ആ ലോകാവസാനത്തിന്റെ അടയാളമാണ് ഹബീബായ റസൂലുള്ളാഹി. പാശ്ചാത്യരുടെ ശൈലികൾ ദുനിയാവിൽ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരെ ലിവാത്തിന്റെ സമ്പ്രദായം കൊണ്ടുവരുന്നതായ ആളുകളില്ലയോ, ആളുകളില്ലയോ? ചെറുപ്പക്കാരാകുന്ന കുട്ടികളുടെ കൈവശം മൊബൈൽ ഫോണുകളോ അല്ലെങ്കിൽ റീചാർജ്
റീചാർജ് ചെയ്തു കൊടുത്തിട്ടോ കടയുടെ പിന്നാമ്പുറത്തേക്ക് വിളിച്ചിരുത്തിക്കൊണ്ട് അശ്ലീലതകളെ ചെയ്തുകൊണ്ട് സായുജ്യമണിയെന്ന പ്രായം ചെന്നവരില്ലയോ? നിക്കാഹുർ റജുലി അർറജുലാ, ലോകാവസാനത്തിന്റെ അടയാളമാ. പുരുഷന്മാര് പുരുഷനുമായി ലൈംഗിക വീഴ്ച നടത്തുന്നത് കണ്ടാലെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നല്ല വെളുത്തു തുടുത്ത കുണ്ടന്മാരെ ചുള്ളൻ ചക്കന്മാരെ കൊണ്ടുവന്ന് കടയുടെ പിന്നാമ്പുറത്ത് നിർത്തിയിട്ടോ അവരെ ഏതെങ്കിലും വീടിന്റെ കത്തളത്തിൽ കൊണ്ടുവന്ന് ആരുമില്ലാത്ത സാഹചര്യത്തിൽ അവരെ ലിവാത്ത് നടത്തുന്ന പരിപാടിയില്ലയോ? പാടില്ല സഹോദര, പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാ ലോകാവസാനത്തിന്റെ അടയാളമാണ് ഹബീബുനാ റസൂലുള്ളാഹി. വനികാഹുൽ മർഅതി അൽ മർഅതാ, സ്ത്രീകളുമായി ലൈംഗിക വീഴ്ച നടത്തുന്ന കാലഘട്ടമല്ലയോ? എത്രയോ ക്യാമ്പസുകൾ നടക്കുന്നുണ്ട്, എത്രയോ ഹോട്ടൽ റൂമുകൾ നടക്കുന്നുണ്ട്. മുസ്ലിം സഹോദരിമാര് തന്നെ സഹോദരിമാരുമായി ശാരീരിക ബന്ധത്തിൽ താല്പര്യം വെക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ ലോകാവസാനത്തിന്റെ അടയാളമാ നിക്കാഹുർ റജുലി അർറജുല വനികാഹുൽ മർഅതി അൽ മർഅതാ. ചിന്തിക്കണം, ചെറിയ കാര്യമല്ല. കല്യാണം നടക്കുന്നു, നിശ്ചയം നടക്കുന്നു, പരിപാടികൾ നടക്കുന്നു, റാത്തീബ് നടക്കുന്നു, മൗലൂദ് നടക്കുന്നു, ഒക്കെ കൂടുമ്പോ നിനക്ക് ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ടെന്താ നിക്കാഹ് വേണ്ട, ലാത്തീബ് വേണ്ട, മൗലൂദ് വേണ്ടെന്ന മുസ്ലിം പറഞ്ഞിട്ട് പോയെന്ന്? അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അതൊക്കെ ഉണ്ടായിക്കോട്ടെ, നമ്മള് ഇങ്ങനെയുള്ള ചില കടത്തവും അതും ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അത് ശ്രദ്ധിക്കണം, ചെറിയ വിഷയമല്ല അത്. നമ്മളോർക്കും കൊച്ചാപ്പാടെ മോനല്ലേ, കുഴപ്പമൊന്നുമില്ല, സൈഡി കടന്നോട്ടെ എന്ന് കരുതി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. രാവിലെ ആകുമ്പോ തോർത്തുവിട്ട് പോകുന്നതാണ്. അള്ളാഹു കാക്കട്ടെ. അവിടെ ശ്രദ്ധിച്ചോ, ചെറിയ കാര്യമല്ല ഇതൊക്കെ, ഗൗരവത്തിൽ പറയണ്ടേ, അതൊക്കെ സാര കാര്യമല്ല. ചില കാര്യങ്ങൾ നമ്മൾ മൂടിയേ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അങ്ങനെ പറയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അത് ശ്രദ്ധിക്കണം. അതുകൊണ്ടല്ലേ 7 വയസ്സാകുമ്പോ തന്നെ കുട്ടികൾ എന്ത് ചെയ്യണം? നിസ്കരിക്കാൻ കൽപ്പിക്കണം, അല്ലേ? 10 വയസ്സായ കുട്ടിയെ നിസ്കരിച്ചില്ലെങ്കിൽ അവനെ അടിക്കണം. പറഞ്ഞെടുത്ത് കാണാം, എന്ത് ചെയ്യണം? 10 വയസ്സായ കുട്ടികൾക്ക് കിടപ്പ പ്രത്യേകം മാറ്റി കൊടുക്കണം. കിടക്ക പ്രത്യേകം മാറ്റണം, പ്രത്യേകം മാറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ആദം സന്തതികൾ ആരുണ്ടോ അവർ ഈ ദുനിയാവിൽ വെച്ച് വ്യഭിചരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമേ. മുദ്രിക്കുല്ല മഹാല, ഉറപ്പായിട്ടുണ്ടാവും ജീവിതത്തിൽ. സാധാരണ എനിക്കുണ്ടായിട്ടില്ല എന്ന് പറയുന്നവരോടൊരു ക്വസ്റ്റ്യൻ, നീ അന്യ പെണ്ണുമായിട്ട് ഒറ്റയ്ക്ക് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല നിന്റെ ജീവിതത്തിൽ? ഉണ്ട്. അതെന്നെ നീ പറഞ്ഞു. അല്ല, നീ മനസ്സിലാക്കുന്ന എന്താണ്? കണക്ഷൻ ഉണ്ടാകുന്ന കാര്യം ഓർത്ത് ചിന്തിച്ചിരിക്കുകയാണ്, അത് നോക്കിയിരിക്കണ്ട. ഈ പറഞ്ഞ രീതിക്ക് ഉണ്ടായിട്ടുണ്ടോ? അന്യ പെണ്ണുമായിട്ട് തനിച്ചിക്കേണ്ട ഒരു സാഹചര്യം നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, ഒരുപാടുണ്ടല്ലോ സാർ. ഇപ്പോഴും ഡെയിലി അത് ഉണ്ടായിട്ടുണ്ട്. അന്ന് അത് തന്നെയാണ് വ്യഭിചാരം എന്ന് പറഞ്ഞത്. അതാണ് ഈ പറഞ്ഞത്, കണ്ണിന് വ്യഭിചാരം, അന്യ പെണ്ണുമായിട്ടുള്ള കാഴ്ചകൾ, കൈക്ക് വ്യഭിചാരം, പിടുത്തം. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 കൂട്ടർ തീർച്ചയായും നാളെ മഹ്ശറയിൽ കരയുകയില്ലത്രേ. അവർ നാളെ നരകത്തെ പ്രവേശിപ്പിക്കുകയില്ല, അവർ നരകത്തിൽ അല്ലാഹു കടത്തുകയില്ല. لا ترى أعينهم النار. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, 3 കണ്ണുകൾ നാളെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ ദർബാറിൽ പടച്ചറബിന്റെ തിരുഹളറത്തിലെത്തുമ്പോ നരകത്തെ അല്ലാഹു ജനങ്ങളുടെ മുമ്പാകെ പ്രൊസീഡ് ചെയ്യുമ്പോ ഈ 3 കൂട്ടർ, ഈ 3 വിഭാഗം ആളുകൾ അവർ തീർച്ചയായും നരകത്തിൽ കടക്കുകയില്ല, അവർ നരകത്തിൽ പ്രവേശിക്കുകയില്ല, നരകത്തെ കാണുക പോലുമില്ലത്രേ. അത്തരത്തിലുള്ള ഭാഗ്യവാന്മാരാണ് അവരെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മറ്റൊരു റിവായത്തിലൂടെ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, കുല്ലു ഐനിൻ ബാക്കിയാ ഇല്ലാ സലാത്ത്. 3 കണ്ണുകൾ ഒഴികെ
ലോകത്തുള്ള സർവ്വ കണ്ണുകളും കരയുമത്രേ. നാളെ മഹ്ശറിൽ വിലപിക്കുകയാണ്, പടച്ച റബ്ബിന്റെ ദർബാറിൽ പൊട്ടിക്കരയുകയാണ്. 3 കണ്ണുകൾ വിലപിക്കുകയില്ല. അവർ കരയേണ്ടതില്ല, അവർ സന്തോഷിക്കണേ. ആരൊക്കെയാണ് യാ റസൂലല്ലാഹ്? സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, മൻഹും യാ ഹബീബല്ലാഹ്? ആരാണ് റസൂലേ, ആരാണ് ഹബീബേ? ആ 3 വിഭാഗമാരാണ്, ആ 3 കൂട്ടരാരാണ്? അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി എണ്ണിയത് ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാഹ്. ഈ ദുനിയാവിൽ ഹറാമ് കാണാത്ത കണ്ണുകളുണ്ടോ, ഹറാമ് ദർശിക്കാത്തതായ കണ്ണുകളുണ്ടോ, അവർ തീർച്ചയായും നാളെ നരകം കടക്കൂല, നരകത്തിൽ പ്രവേശിക്കേണ്ടതില്ല. നാളെ മഹ്ശറിൽ അവർക്ക് കരയേണ്ടി വരികയില്ല. ജനകോടികൾ മുഴുവനും മഹ്ശറിലേക്ക് വന്നുകൊണ്ട് നഫ്സി നഫ്സി, എന്റെ ശരീരമേ, എന്റെ ആത്മാവേ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന സാഹചര്യത്തിൽ ഈ 3 വിഭാഗം ആളുകൾക്ക് അവർക്ക് കരയേണ്ട അവസ്ഥയില്ല. അതിലൊന്നാമതായി പ്രവാചകന് പരിചയപ്പെടുത്തിയത് ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാഹ്. ഹറാമ് കാണാത്ത കണ്ണാണ്. ഈ ദുനിയാവിൽ സിനിമ കാണാത്ത, ഈ ദുനിയാവിൽ സീരിയൽ ദർശിക്കാത്ത, ഈ ദുനിയാവിൽ അശ്ലീലത കണ്ടുകൊണ്ട് കണ്ണ് മഞ്ഞളിപ്പിക്കാത്ത, സീരിയലിന് അടിമപ്പെടാത്ത, മോശപ്പെട്ടതാകുന്ന സിനിമകളും സിനിമാ പാട്ടുകളും കേട്ടുകൊണ്ട് തന്റെ കണ്ണുകളെ മലീമസമാക്കാത്ത, ഒരു ടിക്ടോക്കിന്റെ വീഡിയോയിലേക്കും തന്റെ കണ്ണുകളെ കൊണ്ടുപോകാത്ത, തന്റെ കണ്ണുകളെ അന്യ പെണ്ണിലേക്ക് ദർശിപ്പിക്കാതെ പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിയുന്നവരുണ്ടോ, അവർക്ക് തീർച്ചയായും നരകീയ മോചനമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ കണ്ണതാണ്, ഹറാമ് കാണാത്ത കണ്ണ്. അതെ, അങ്ങനെ ഇപ്പൊ ആരും ഉണ്ടാവൂലല്ലോ. സീരിയൽ കാണാത്ത ആരാള്, സിനിമ കാണാത്ത ആരാള്, ഇതൊക്കെ നമുക്ക് ചിന്ത. എത്രയോ സമുന്നതരാകുന്ന ആലിമീങ്ങൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. എത്രയോ സമുന്നതരാകുന്ന ഉലമാക്കൾ, ഉമറാക്കൾ, എത്രയോ നല്ല സാത്വികരാകുന്ന സാലിഹീങ്ങൾ ഈ ലോകത്ത് മറമറഞ്ഞു പോയിട്ടുണ്ട്. എത്ര ആളുകളുണ്ട് നമ്മുടെ ഈ ക്ലാപ്പന ദേശത്ത് തന്നെ, എത്ര ആളുകളുണ്ട്. നമുക്ക് തന്നെ പരിചിതമുള്ള എത്രയോ മുഖങ്ങളുണ്ട്, എത്രയോ ഉലമാക്കളുണ്ട്. അല്ലാഹുവിനൊക്കെ ദറജ ഉയർത്തട്ടെ. ടി വി എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത, ടി വി ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ആളുകളുണ്ടാവും. അതിനൊന്നും വലിയ ഒരു തലമുറ മതി, ഒറ്റ തലമുറയിലേക്ക് നോക്കിയാൽ മതി, ഒരു പഴയ തലമുറയിലേക്ക്. അല്ലാതെ ഒരുപാട് തലമുറ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ഒന്നും പോകണ്ട. ടി വി ഉള്ള കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച് ഇതൊന്നും കാണാതെ, അശ്ലീലതകൾ കാണാതെ ഇന്നുണ്ടല്ലോ ആളുകൾ. ഇന്നുണ്ടല്ലോ എത്ര ഉപ്പമാരുണ്ട്. ഇപ്പോഴും അവരുടെ മൊബൈൽ ഫോൺ പഴയതായിരിക്കും. ഓക്കെ, മൊബൈൽ ഉണ്ടെങ്കിൽ നോക്കിയ പഴയ ഐറ്റായിരിക്കും. അവർക്ക് വേണ്ട, മകൻ നല്ല ഗൾഫിലാണ്, നല്ല പ്രൗഢിയിൽ ജീവിക്കാൻ, മകൻ നാട്ടിൽ തന്നെ നല്ല സാമ്പത്തിക ശേഷിയുണ്ട്. അപ്പാട് പറഞ്ഞിട്ട് അപ്പാ മൊബൈൽ ഒന്ന് മാറ്റി കൂടിയ തരാം, ഇതാകുമ്പോ ഫോട്ടോ എടുക്കാം, അപ്പാക്ക് സെൽഫി എടുത്ത് കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും ആ പറയുന്നത് പൊന്നുവാൻ നമുക്കിത് മതി. വാട്സാപ്പ് ഉപയോഗിക്കാൻ അറിയാത്ത എത്ര ഉമ്മമാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഉപയോഗിക്കാൻ അറിയാത്തവരുമുണ്ട്, അറിയുന്നവർ കൂടുതലായിരിക്കും, അറിയാത്തവരുമുണ്ട്. ഫേസ്ബുക്കും ഇല്ലാത്ത, അക്കൗണ്ട് ഇല്ലാത്ത എത്ര ആളുകളുണ്ട്. എത്ര സഹോദരങ്ങളുണ്ട്, എത്ര സഹോദരിമാരുണ്ട്. ഇന്നുമുണ്ട് പ്രായം ചെന്ന ഒരുപാട് ആളുകൾ. അവർ അശ്ലീലതകൾ അധികവും കണ്ടിട്ടില്ല, അവർ അത് ദർശിച്ചിട്ടില്ല, അതിലേക്ക് പോയിട്ടുമില്ല. ഒരു സീരിയലും അടിമപ്പെടാതെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന എത്രയോ സാലിഹത്തുകളാകുന്ന സ്ത്രീകൾ ഇന്നുമുണ്ട് ഈ ലോകത്ത്. നമ്മുടെ നാട്ടിൻ പുറത്ത് എങ്ങും അന്വേഷിച്ചോടണ്ടാവും. അപ്പൊ നമുക്കും മാറാൻ സാധിക്കും നമ്മളൊന്ന് ചിന്തി വെച്ചാൽ. നമ്മൾ മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഏറ്റവും കൂടുതൽ ബന്ധം അതിനോടാണ് നമുക്ക്, അല്ലേ? അത് ഉപയോഗം കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല. എപ്പോഴും മൊബൈൽ ഫോൺ, നിലയ്ക്കാതെ മൊബൈൽ ഫോൺ, അശ്ലീലത കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും. ഒന്നുമില്ലെങ്കിലും വെറുതെ ഫേസ്ബുക്ക്, വാട്സാപ്പിലൊന്ന് കയറി വെറുതെ പോകും. ശൈത്താൻ എത്രത്തോളം പിടികൂടിയിട്ടുണ്ട്. തിരിച്ചു വരാൻ നമുക്ക് കഴിയുമോ ചിന്തിക്കും. എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം വില കൂടിയ മൊബൈൽ ഫോണിൽ എല്ലാം ഉപയോഗിച്ചിരുന്നു. ഇപ്പൊ അദ്ദേഹം അതെല്ലാം മാറ്റി സാധാ ഒരു മൊബൈൽ ഫോൺ ആക്കി. അദ്ദേഹം പറയുന്നത്, ഉസ്താദേ, ഈ വാട്സാപ്പിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മെസ്സേജ് അതും കണ്ട് ഞാൻ അതും ഒഴിവാക്കി. സാധാ മൊബൈൽ ഫോൺ, ഫോട്ടോ എടുക്കണ്ട, ഒന്നും എടുക്കണ്ട, അത്യാവശ്യം കോൾ അറ്റൻഡ് ചെയ്യുക, എവിടാന്ന് ചോദിക്കുക, ഇന്നെടുത്താന്ന് പറയാ മതി, എന്റെ ആവശ്യമുള്ളല്ലോ.
മറ്റേത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ അത് തന്നെ ജീവിതം, മൊബൈൽ ഫോൺ തന്നെ ജീവിതം. എത്രയോ ചെറുപ്പക്കാരങ്ങനെയുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്. ജീവിതം അതല്ലല്ലോ, ജീവിതം അത് മാത്രമായി കഴിച്ചു കൂട്ടുന്നവർ. ഭക്ഷണം കഴിക്കുമ്പോഴും മൊബൈൽ ഫോൺ, ബാത്റൂമിൽ പോകുമ്പോഴും ഇതുമായിട്ട് പോകും. ആരെ ഇത് വെച്ചോണ്ടാ പോകുന്നത്. എന്നിട്ട് അവിടെ തന്നെ ഇരിക്കുക, എത്തിക്കാഫി ഇരുന്ന് അവിടെ ഇരുന്ന് നോക്കുക, അപ്ഡേറ്റ് അവിടെ ഇരുന്ന് തന്നെ വല്യം തേക്കുക. ആകത്തെ ഒരു കൈ ബ്രഷ്, ഒരു കൈ മൊബൈൽ ഫോൺ. കഴുകാൻ നേരത്ത് ബ്രഷ് മാറ്റി വെക്കുന്ന മൊബൈൽ, എന്നിട്ട് കഴുകുന്നു. അങ്ങനെയുണ്ട് എന്ന് പറയാൻ അത്രത്തോളം അഡിക്റ്റ് ആയിട്ട് പോയി. അതിനഡിക്റ്റായി ഉണ്ട്. ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ചെറുപ്പക്കാർ സഹോദരങ്ങളുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ എത്രത്തോളം നമ്മളെ പൈശാചികത്തിൽ കടിമപ്പെട്ടു. ഇതില്ലാതെ കഴിയുന്നില്ല. എപ്പോഴും ഒന്നില്ലേ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സാപ്പ്, ഇതില്ലാതെ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കപ്പെട്ടു പോയി. ഇനി ഒരു തിരിച്ചുവരവിന് പറ്റുമോ? ഇനി എന്ത് ചെയ്യണം? തങ്ങൾ പറയുകയാണ്, 3 കൂട്ടർക്ക് തീർച്ചയായും നരകത്തിൽ നിന്ന് മോചനമാണ്. അതിലാദ്യമായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ഹറാമ കാണാത്ത കണ്ണ് ആർക്കുണ്ടോ നരകീയ മോചനം റെഡിയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ കണ്ണ് വഅയ്നു സഹറത്ത് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണുകളുണ്ടോ? പടച്ചറബിന്റെ മാർഗത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങൾ ഉറക്കമൊഴിച്ചവരുണ്ടോ? വെള്ളിയാഴ്ച രാവാണ്, സലാത്തുകൾ ചൊല്ലിക്കൊണ്ട് എന്റെ ഹബീബിനെ ഒന്ന് കാണണമെന്നുള്ള അടങ്ങാത്ത ആശ വെച്ചുകൊണ്ട് ബുർദത്തു ശരീഫ് ചൊല്ലിക്കൊണ്ട് കഴിഞ്ഞുകൂടിയവരുണ്ടോ? പരിശുദ്ധമാക്കപ്പെട്ട സലാത്ത് ചൊല്ലി ഖുർആൻ ഓതിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്നവരുണ്ടോ? രാത്രി തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് പടച്ചറബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന സഹോദരന്മാരുണ്ടോ? നരകീയ മോചനം റെഡിയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വഅയ്നു ഖറജത് മിൻഹാ ദുമൂ മിസ്ല റഅസി ദുബാബ്, ഒരു ഈച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പടച്ചറബേ ഞാൻ തെറ്റുകൾ ചെയ്തു പോയി അല്ലാ, അശ്ലീലത കണ്ടുകൊണ്ട് കണ്ണ് നിറച്ചു പോയി റബ്ബേ, നീ പുറത്തു തരണേ അല്ലാ എന്ന പടച്ചറബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ? മൂന്നാമത്തെ കൂട്ടരവരാണ്, അവർക്ക് തീർച്ചയായും നരകീയ മോചനം റെഡിയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കാപ്പനയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, നിന്റെ ജീവിതത്തിൽ വന്നുപോയ ഒരുപാട് തെറ്റുകൾ കടന്നു വന്നിട്ടുണ്ടാകാം. ഹറാമുകൾ കണ്ടു തീർത്ത കണ്ണാകാം, ഹറാമുകൾ ചെയ്തു തീർത്തതായ കൈകളാകാം, കാട്ടു തീർത്തതായ കാതുകളാകാം. പടച്ചറബിലേക്ക് തൗബ ചെയ്യേണ്ട സമയമാണ്. ഈ വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവിലേക്ക് നീ തൗബ ചെയ്യണേ. അല്ലാഹുവേ, ഞാൻ ഒരുപാട് തെറ്റുകൾ കണ്ടുപോയി അല്ലാ, ഒരുപാട് തെറ്റുകൾ എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു പോയി അല്ലാ, ഹറാമായ ഭാഷണം ഞാൻ എന്റെ നാവ് കൊണ്ട് നടത്തിപ്പോയി അല്ലാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ, വല്ലിസാനു തസിയാൻ, നാവിന് വ്യഭിചാരമുണ്ട് സാബാ, ഫസിനാഹു അൽ കലാം, അന്യ പെണ്ണുമായി പാതിരാത്രി സമയത്ത് ഭാഷണം നടത്തുന്ന ചെറുപ്പക്കാരില്ലയോ, സഹോദരങ്ങളില്ലയോ? നഊദു ബില്ലാഹ്, അന്യ പുരുഷനുമായി ചങ്ങാത്തം കൂടി കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാരനാണ്, അവരുമായി ചാറ്റിംഗ് നടത്തുന്ന സഹോദരിമാര്, പാതിരാത്രി സമയത്ത് അവരുമായി ഭാഷണം നടത്തുന്നവരില്ലയോ? നാവിന്റെ വിചാരമാണ് സഹോദരി, നാവിന്റെ വിചാരമാണ് പെങ്ങളെ. എത്രയെത്ര മുസ്ലിം സഹോദരിമാരാണ് 40-50 ഏജുള്ള സഹോദരിമാര്, ഭർത്താവ് പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടമാറടി കൊണ്ട് മരുഭൂമിയിൽ പെരുവയലത്ത് അവൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടുമ്പോ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകനുമായി ഭാഷണം നടത്തുന്ന സഹോദരിമാരില്ലയോ? എത്രയെത്ര മോശപ്പെട്ട കോളുകളാണ്, എത്രയെത്ര മോശപ്പെട്ട ഓഡിയോ കോളുകളാണ് ഇന്നും ഇന്റർനെറ്റിൽ കിടക്കുന്നത്. മലബാർ ദേശത്തും തെക്കത്ത് ദേശത്തുമുള്ളതായ മുസ്ലിം അംഗമാരുടെ
ഉമ്മമാരുടെ മോശപ്പെട്ട ഓഡിയോ കോളുകൾ ഇന്നും ഇന്റർനെറ്റിലില്ലയോ? അല്ലാഹുവേ നീ കാക്കണേ അല്ലാ, ഈ സമൂഹത്തെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. എത്ര വിപത്താണ്, എത്ര വലിയ മോശമായ വിപത്താണ്. അന്യ പുരുഷനുമായി അന്യ സ്ത്രീകളുമായി പുരുഷന്മാരെ സ്ത്രീകളെ നിങ്ങൾ നടത്തുന്ന ഭാഷണമില്ലയോ? മോശപ്പെട്ട സംസാരമില്ലയോ? സംസാരമില്ലയോ? അന്യ പെണ്ണിനെ വീഴ്ത്താൻ വേണ്ടി ഏതൊക്കെ മോശപ്പെട്ട ലൈംഗിക ചുവയുള്ള ഭാഷകൾ സംസാരിക്കണോ അതെല്ലാം സംസാരിച്ചുകൊണ്ട് അവളെ അങ്ങനെ വീഴ്ത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ചെറുപ്പക്കാരില്ലയോ? നിന്റെ ഓരോ ഭാഷണങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്, റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. ഫസിനാഹു അൽകലാം, നിന്റെ മധുരിതമാകുന്ന ഭാഷണമില്ലയോ? ആ ഭാഷണമാണ്, അത് വ്യഭിചാരത്തിന്റെ സംസാരമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. വല്ലുദനാനി തസ്നിയാൻ, രണ്ട് കാതുകൾ വിചരിക്കുന്നുണ്ട് സാബ, രണ്ട് കാതുകൾക്ക് വിചാരമുണ്ട് സാബ. ഫസിനാഹുമാ അസ്മഉ, രണ്ട് കാതുകളുടെ വിചാരം. ഹറാമായ ഭാഷണം കേൾക്കുന്ന സഹോദരനുണ്ടോ? അന്യ പെണ്ണിന്റെ ഭാഷണങ്ങൾ കേട്ടുകൊണ്ട് കോൽമയിൽ കൊള്ളുന്നതായ ചെറുപ്പക്കാരാ, ആ ഭാഷണം കേട്ടുകൊടുക്കൽ തന്നെ കാതിന്റെ വിചാരമാണ്. ഉസ്താദേ, എന്നെ എപ്പോഴും ഒരു ചെറുപ്പക്കാരൻ വിളിക്കും, ഞാൻ അവനുമായിട്ട് കൂടുതൽ സംസാരം നടത്തിയിട്ടില്ല, അവനെപ്പോഴും എന്നെ വീഴ്ത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇന്നവരെ വീണിട്ടില്ല, ഞാൻ കേട്ടുകൊടുത്തിട്ടുള്ളയുള്ളൂ. പെങ്ങളെ, അവന്റെ മധുരിതമാകുന്ന ഭാഷണം കേട്ടുകൊടുക്കുന്ന നിന്റെ കാതുകൾ ചെയ്യുന്ന പ്രവർത്തനം ഹറാമാണ്. വല്ലുദനാനി തസ്നിയാൻ, രണ്ട് കാതുകൾ വിചരിക്കുന്നുണ്ട് സാബ. അന്യ പുരുഷന്റെ അന്യ സ്ത്രീയുടെ ഭാഷണം കേൾക്കുന്ന സഹോദരന്മാരുണ്ടോ? അത് കാതിന്റെ വിചാരമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. വരിജലാനി തസ്നിയാൻ, രണ്ട് കാലുകൾ വിചരിക്കുന്നുണ്ട് സാബ, കാലുകൾക്ക് വിചാരമുണ്ട് സാബ. ഫസിനാഹുമാ അൽമംശാ, ഫസിനാഹുമാ അൽഖുതാ, രണ്ട് കാലുകൾ വിചരിക്കുന്നുണ്ട് സാബ, കാലിന്റെ വിചാരം. ഓരോ ചവിട്ടടിയും നീ ഹറാമായ സ്ഥലത്തേക്ക് വെക്കുന്ന ചവിട്ടടികളില്ലയോ? സിനിമ കാണാൻ വേണ്ടി നീ പുറപ്പെടലില്ലയോ? സീരിയല് കാണാൻ വേണ്ടി പോകുന്നില്ലയോ? ഞായറാഴ്ച ദിവസം നിന്റെ വീട്ടിൽ ടി വി ഇല്ല, അയൽവക്കക്കാരന്റെ വീട്ടിൽ 4 മണിക്കത്തുള്ള സിനിമ കാണാൻ, ഉച്ചയ്ക്കുള്ള സിനിമ കാണാൻ, ഇശാ മഗ്‌രിബിനിടയിലുള്ള സീരിയല് കാണാൻ നീ ഇറങ്ങി പുറപ്പെടുന്ന യാത്രയില്ലയോ? ഓരോ ചവിട്ടടിയും വിചാരമാണ്. കാരണം നീ കാണുന്നത് അന്യ പുരുഷനെയാണ്, നീ ദർശിക്കുന്ന അന്യ പെണ്ണിനെയാണ്, ഹറാമായ കാഴ്ചകളാണ്. അതുകൊണ്ട് യാത്ര തന്നെ എണ്ണപ്പെടുന്നത് വ്യഭിചാരമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇതെല്ലാം പടച്ചറപ്പിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട്, അല്ലാഹുവേ, ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്യുന്ന അല്ലാ, നീ പുറത്തു തരണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 3 കൂട്ടർ നരകത്തിൽ പ്രവേശിക്കുകയില്ലത്രേ. അതിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ഐനുൻ ഖറജത് മിൻഹാ ദുമൂ മിസ്ല റഅസി ദുബാബ്, ഒരു ഈച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് പടച്ചറപ്പേ തെറ്റ് ചെയ്തു പോയി അല്ലാ, സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിനടിമപ്പെട്ടുകൊണ്ട് ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് അല്ലാ, അറിയാതെ കണ്ടുപോയ റബ്ബേ, അറിയാതെ അന്യ പെണ്ണിലേക്ക് പിടിച്ചു പോയ അല്ലാ, അറിയാതെ ഹറാമായ സ്ഥലത്തേക്ക് നടന്നുപോയ റബ്ബേ, നീ പുറത്തു തരണേ നാഥാ, നീ പുറത്തു തരണേ അല്ലാ എന്ന പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ നരകീയ മോചനമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഈ സദസ്സിലൂടെ നേടിയെടുക്കേണ്ടത് അതാണ്. മനസ്സിലൊരു ഖേദം, തെറ്റ് ചെയ്തു എന്നുള്ള ഒരു ഖേദം. തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈയുയർത്തിക്കുക, ഒന്ന് കാണാനാണ്.
ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കുല്ലുബിനി ആദം ഖത്താഉൻ സയ്യിദുനാ റസൂലുള്ളാഹി. ചോദിച്ചതിന്റെ പേര് ഇറങ്ങി പോവാണ്. അറിയാതെ ചോദിച്ചാട്ടോ. കുല്ലുബിനി ആദം ഖത്താഉൻ, ആദം സന്തതികളൊക്കെ തെറ്റുകാരാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. പക്ഷെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടാരാണ് അത്തൗവാബുൻ, റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തെറ്റ് ചെയ്യാത്തവരില്ല, എല്ലാവരും തെറ്റുകാരാണ്. ഓരോ ചെറിയ തെറ്റെങ്കിലും ചെയ്യാത്തവരായി ഒരാളും ഈ സദസ്സിലുണ്ടാവൂല. സഹോദര സഹോദരിമാരടക്കം എല്ലാവരും. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എന്താ? റബ്ബിലേക്ക് തൗബ ചെയ്യുക. അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഏറ്റു പറഞ്ഞു, തെറ്റ് സമ്മതിച്ചിട്ട് റബ്ബെ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് റബ്ബിലേക്ക് പറയുന്നത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. നമ്മളത് പറയാതെ നടക്കാൻ, അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മനസ്സിലാക്കണം. ഞാൻ തെറ്റ് ചെയ്തു പോയി റബ്ബേ എന്ന് പറയുന്നില്ല ഇവിടെ ആരും. ഇപ്പൊ കേരളക്കരയിൽ പല ഭാഗങ്ങളിലായി വലിയ ദുരന്തങ്ങളുണ്ടായി. അല്ലേ? എല്ലാ പള്ളികളിലും നമ്മൾ ദുആഇന്റെ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. മനുഷ്യനവൻ പടച്ച റബ്ബിനോട് ഏറ്റു പറയണം, റബ്ബേ ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി എന്ന് ഏറ്റു പറയണം. വിപത്തുകൾ ഉണ്ടാകുന്ന കേരളക്കരയിൽ ഉടനീളം വിപത്ത്. അല്ലേ? എത്ര ആളുകൾ കഴിഞ്ഞ വർഷം തീരദേശ പ്രദേശങ്ങളിലൊക്കെ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടായപ്പോ മലമുകളിൽ ഇരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ടാകണം, അങ്ങക്ക് വിഷയമില്ല, കണ്ടോ മലയുടെ മുകളിലാണ്, അല്ലാഹ് ഇപ്രാവശ്യം ഉരുൾ പൊട്ടി, അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. മനസ്സിലാക്കണം. നമ്മൾ കരുതി വെള്ളത്തിന്റെ ഭീഷണി എവിടെയാ വരിക? താഴ്ന്ന പ്രദേശങ്ങളാ. ചിന്തിക്കാനാണ് ഈ പറയുന്നത് കേട്ടോ. ചിന്തിക്കുക, ശരിക്കും ചിന്ത വരട്ടെ. വെള്ളത്തിന്റെ ഭീഷണി എവിടെയാ? താഴ്ന്ന പ്രദേശങ്ങളിലല്ലേ വരേണ്ടതുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ വിട്ടിട്ട് നമ്മളെപ്പോലെ ഭൂമി വാങ്ങിക്കോ എന്ന് മനസ്സുകൊണ്ട് കരുതിയവർക്ക് ഇപ്രാവശ്യം കിട്ടിയ പണിയുണ്ടാവും. നിലമ്പൂർ ദേശം, വയനാട് ചുരം, വലിയ വലിയ മേഖലകൾ വസിച്ചിരുന്നവർ, ഉയർന്ന ഭൂപ്രദേശത്ത് താമസിച്ചിരുന്നവർ, അവിടെ ഉരുള് പൊട്ടിയിട്ട് ഒന്നായിട്ട് അവിടുന്ന് വെള്ളത്തിൽ മൊത്തത്തിൽ മുടപ്പെട്ടു പോയി. മനസ്സിലാക്കണം. ചിന്തിക്കാനാണ്. മനുഷ്യന് ചിന്ത വരണം. അടുത്ത വർഷം ഇനി എങ്ങനെയാകുമോ? നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. നമുക്കറിയാം മുൻകാലങ്ങളിൽ സുനാമി ചെറുതായിട്ടൊന്ന് അടിച്ചാൽ മതി, അതും പോയി എല്ലാം പോയി, നമ്മളെല്ലാം പോകും. അല്ലാഹു കാക്കട്ടെ. പടച്ച റബ്ബ് തന്ന അതായത് പറഞ്ഞു, ഏത് ഭാഗത്തുനിന്നാണ് വരുന്നത്? ഭൂമി പിളർത്തിയിട്ടാണോ വരുന്നത്? ആകാശത്തുനിന്ന് വരുന്നതാണോ? അവസാന കാലഘട്ടമോ പലതും ഉണ്ടാകും, ഒക്കെ സംഭവിക്കും. തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, ഹദ്ദിനി അനി സൽസലാ, അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സിൽസാലുകളെ പറ്റി, ഭൂകമ്പങ്ങളെ പറ്റി, ദുരന്തങ്ങളെ പറ്റി, ഇത്തരത്തിലുള്ള പീഡിതമാകുന്ന പ്രയാസങ്ങളെ പറ്റി ഒന്ന് വിവരിച്ചു തരണേ ആയിഷ, ഒന്ന് വിവരിച്ചു തരണേ ഉമ്മ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഖാലത്ത് മഹദി അവരുകൾ പറയുകയാ, ഇദസ്തബാഹു അസ്സിനാ, വ്യഭിചാരം ഹലാലാക്കുന്ന കാലഘട്ടം കടന്നു വന്നാൽ, വ്യഭിചാരം സാർവത്രികമായി ലൈംഗിക വീഴ്ച നടത്തുന്ന കാലഘട്ടം വന്നാൽ, വിവാഹേതര ലൈംഗിക ബന്ധത്തിന് പോലും അനുമതി വരുന്നതായ കാലഘട്ടം വന്നാൽ, ഇത്തരത്തിലുള്ള വിപത്തുകളെ പ്രതീക്ഷിക്കണേ, വിപത്തുകളെ പ്രതീക്ഷിക്കണേ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ഞാൻ എന്റെ പ്രവാചകൻ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. ആര് പറയാൻ? ആയിഷ ബീവി പറയാ. ഭാര്യ പറയാ, ഭർത്താവാകുന്ന മുത്തനബി പറഞ്ഞ എന്ത്? വ്യഭിചാരം സാർവത്രികമായാൽ ജനങ്ങൾ അതിങ്ങനെ ഹലാലാക്കി, അതൊന്നും വിഷയമല്ല. കൂൾ മൈൻഡ്. അത് തന്നെയാണ്, മൊത്തത്തിൽ അത് തന്നെയാണ്. ഞാനതാ പറഞ്ഞു, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇവിടുന്ന് വണ്ടി കയറി ഡൽഹി റെഡ് സീറ്റിൽ പോയിട്ട് അവിടെ പോയിട്ട് റാഹത്തായിട്ട് തിരിച്ചു വരുന്ന പരിപാടി അല്ല ഈ പറഞ്ഞത്. പിന്നെ ഏതാണ്? കണ്ണുണ്ട്, കാതുണ്ട്, കൈക്കുണ്ട്, ഈ വ്യഭിചാരങ്ങൾ അത് സാർവത്രികമാണ്. സമൂഹത്തിൽ വല്ലാതെ നടക്കുന്ന, ഞാൻ പറയാം, മൊബൈൽ ഫോണിലൂടെ, വാട്സാപ്പും ഫേസ്ബുക്കിലൂടെയും അശ്ലീല ചാറ്റിങ്ങിലൂടെയും ഒക്കെ നടക്കുന്ന, അല്ലാഹു ആക്കട്ടെ. ഒരാൾ തന്നെ 5 കണക്ഷനൊക്കെ ആയിട്ട് നടക്കുന്ന കോമുണ്ട്. 5 സിം 15 സിം ഒക്കെ ആയിട്ട് നടക്കുന്ന സഹോദരിമാരുണ്ട്. എത്ര ആളെ പിടിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര ആളെ പിടിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര സഹോദരിമാരെ നമ്മുടെ നാടുകളിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര കേസുകളുണ്ട്. ആളെ ഞാൻ ഇലുഭരാക്കുന്നില്ല, ഇപ്പൊ അതൊക്കെ പറയാൻ പോയ വേറെ രീതിക്ക് പോകും. 40 50 വയസ്സെത്തിയതായ സഹോദരിമാർ സ്വന്തം ഭർത്താവിനെ കബളിപ്പിച്ചുകൊണ്ട് അന്യപുരുഷന്മാരുമായി ചാറ്റിംഗ് നടത്തുന്ന സഹോദരിമാർ അവസാനം പിടിക്കപ്പെട്ടപ്പോ 5 മൊബൈൽ ഫോൺ, 15 സിം, ഇത്ര ഉണ്ട്. ഖുർആനോ? ഖുർആനില്ല അവരുടെ കയ്യില്.
നമുക്കൊന്നും അതില്ലല്ലോ. നമുക്കൊക്കെ സ്വന്തമായിട്ടൊരു ഖുർആനുണ്ടോ? നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. ഒന്നും ഇല്ലാത്തതിന്റെ അവസ്ഥയാണ് ഇതൊക്കെ. സ്വന്തമായിട്ട് ഖുർആൻ ആരാ ഓതുന്നത്? ഇന്നിപ്പോ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സൂറത്തുൽ മുൽക്ക് ഓതി എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് കൈ ഉയർത്താൻ പറ്റും? ഉയർത്താനല്ല, എത്ര പേർക്ക് പറ്റും? വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം. ഇതാ വക്കാത്തിയ സൂറത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ച സൂറത്തുൽ വാഖിയ പാരായണം ചെയ്ത എത്ര സഹോദര സഹോദരിമാരുണ്ട്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതല്ലയോ അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിയ, സ്ത്രീകളെ നിങ്ങൾ പഠിപ്പിക്കണേ സൂറത്തുൽ വാഖിയ ഓതാൻ വേണ്ടി കൽപ്പിക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. സ്ത്രീകളോട് പ്രത്യേകം പറയാൻ. എന്താ പുരുഷന്മാര് വേണ്ടേ? അല്ല, പുരുഷന്മാര് കച്ചവടത്തിന് വേണ്ടി പോകുന്നു. വീട്ടിലിരിക്കുന്ന സഹോദരിമാര് വെറുതെ ഇരിക്കണ്ട, സൂറത്തുൽ വാഖിയ ഓത്. കാരണം കച്ചവടത്തിൽ കടയിൽ ആള് കയറണമെങ്കിൽ നമ്മളിവിടെ ഓതണം. ഇത് ഓതലുമില്ല, ഒന്നുമില്ല. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. നമ്മൾ ദിക്റും ഔറാദും എടുത്തിട്ടുണ്ടോ രക്ഷപ്പെടും, ഉറപ്പാണ്. പടച്ച തമ്പുരാൻ ഉയർത്തും, തീർച്ചയാണ്. വിപത്തുകളിൽ നിന്ന് പടച്ച തമ്പുരാൻ സലാമത്ത് നൽകും, എല്ലാ വിപത്തുകളും നൽകും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തിയതാണ്, നിന്റെ ജീവിതത്തിൽ അനിവാര്യമാണ് നിന്റെ കാതുകളെ, നിന്റെ കണ്ണുകളെ, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ സൂക്ഷിക്കണേ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം ചെയ്ത രണ്ട് അവയവങ്ങളെ പറ്റി ഖുർആനിൽ പറയുന്നുണ്ട്. ഭാഗ്യം ചെയ്ത രണ്ട് അവയവങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് നമ്മുടെ കണ്ണ്, മറ്റൊന്ന് നാവ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. രണ്ടും ഭാഗ്യമുള്ള അവയവമാണ്. ബാക്കിയൊന്നും ഭാഗ്യമില്ല എന്നർത്ഥത്തിലല്ല, ബാക്കിയൊക്കെ ഭാഗ്യമുണ്ടെങ്കിലും ഇത്രത്തോളം ഭാഗ്യമില്ല. എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര ഭാഗ്യമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ സ്വർഗാവകാശികൾക്ക് അടുക്കൽ സ്വർഗത്തിൽ കഴിയുന്നതായ ആളുകൾ ആ സ്വർഗത്തിൽ വസിക്കുന്ന സമയത്ത് ആദ്യമായി അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ആഹാരം ഏതാണ്? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെടുകയാണ് മാ അവ്വലുമായ ഉകുലു അഹ്ലുൽ ജന്ന. സ്വർഗാവകാശികൾ ആദ്യമായി കഴിക്കുന്നത് ഏതാണ് റസൂലേ? ആദ്യമായി കഴിക്കുന്നത് ഏതാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കബ്ദുൽ ഹൂത്, മത്സ്യത്തിന്റെ കരളാണ്. കരള് റോസ്റ്റ് ചെയ്ത് നൽകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ല, വലിയ മത്സ്യത്തിന്റെ കരള് റോസ്റ്റ് ചെയ്ത് തരും. മീൻ ഇഷ്ടമുള്ളവരാരാ? എത്ര പേരുണ്ടെന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. നാളെ സ്വർഗാവകാശികൾക്ക് ആദ്യം കൊടുക്കുന്ന ഭക്ഷണം ഏതാണ്? കബ്ദുൽ ഹൂത്ത്, മത്സ്യത്തിന്റെ കരള് റോസ്റ്റ് ചെയ്ത് തരും സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു കഴിക്കാൻ തൗഫീഖ് തരട്ടെ. കരള് എനിക്കിഷ്ടമല്ല ഉസ്താദേ, ഞാൻ മറ്റേ ചൂര പോലും കൂട്ടത്തില്ല. കാരണം അതിനകത്ത് ഈ കരളിന്റെ ഒരു ഇതുണ്ട്, അതുകൊണ്ട് എന്ന് പറയുന്ന സഹോദരിമാരുണ്ടാവും. സ്വർഗമാണെന്ന് കരുതിക്കോണത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിലെ ഫുഡാണ്. സ്വർഗത്തിൽ കടക്കണ്ടേ? ആഗ്രഹമുള്ളവരൊന്ന് കൈയുയർത്തിക്ക്. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണവൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബർ തന്നെ പിന്നെയും. ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നീയേക്കാലത്തിലും. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. അല്ലാഹു തഅല ഉസ്താദിന്റെ ദറജ ഉയർത്തട്ടെ. ഉറക്കെ പറയുന്ന അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ.
അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാപ്പന ദേശത്ത് സാദിനെ സ്നേഹിക്കുന്ന ഒരുപാട് മുഹബ്ബീങ്ങളുണ്ട്. അള്ളാഹു ആ മഹബ്ബത്ത് നിലനിർത്തി തരുമാറാവട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എല്ലാ ആഴ്ചയും അവരെ സിയാറത്ത് ചെയ്യാറുണ്ട് എന്ന് ഈ സദസ്സിന് മുമ്പാകെ ഒരാൾ പറയുകയുണ്ടായി, എന്നോട് ഉണർത്തുകയുണ്ടായി. അള്ളാഹു അവരുടെയൊക്കെ സിയാറത്ത് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അപ്പൊ സ്വർഗത്തിലെ ആദ്യം കിട്ടുന്ന ഭക്ഷണം ഏതാണ്? സ്വഹാബത്ത് ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകുകയാണ്, കബദുൽ ഹൂത്, മത്സ്യത്തിന്റെ കരളാണ് സ്വഹാബ. മത്സ്യത്തിന്റെ കരള് നൽകുമേ, കരള് റോസ്റ്റ് ചെയ്യുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മനോഹരമാണ് സ്വർഗം. ആ സ്വർഗത്തിൽ ആദ്യം കിട്ടുന്ന വിഭവം ഇതാണ്. കരള് റോസി, മീനിന്റെ കരളാണ് അല്ലേ? നീണ്ട കരയിൽ ഇവിടെ ഏതാണ്ട് ഒരു കടൽ എന്നുണ്ടല്ലോ, എന്താണ് അപ്പൊ മീൻ ഇഷ്ടമില്ലാത്ത കൊമ്മല്ലാതെ തിരിഞ്ഞ് കണ്ടില്ലേ, ചാടി പറയാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്നവരും ഉണ്ടാകും. അള്ളാഹു അവർക്കും ബർക്കത്ത് നൽകട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ ആ കരൾ റോസ്റ്റ് ചെയ്ത് നൽകും. ഇത് സ്വഹാബത്ത് കേട്ടപ്പോൾ സ്വഹാബത്ത് ചോദിക്കാൻ, ഞാൻ എങ്ങോട്ടാ പറഞ്ഞു കൊണ്ടുവരുന്നത്? കണ്ണും നാവും വലിയ ഭാഗ്യമുള്ള അവയവങ്ങളാണ് എന്നതിലേക്ക് സൂചിപ്പിച്ചു കൊണ്ടുവരാൻ. അതുകൊണ്ട് ഈ കണ്ണിനെയും നാവിനെയും സൂക്ഷിക്കണം. അതാണ് ആകെ പറഞ്ഞു കൊണ്ടുവരുന്നതിന്റെ ആകത്തുക. ഇവിടെ ശ്രദ്ധിക്കണം. ഈ രണ്ട് അവയവങ്ങളും വളരെയേറെ ശ്രേഷ്ഠതയുള്ള അവയവങ്ങളാണ്. മറ്റവയവങ്ങളെ പോലെ അല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. സ്വഹാബത്ത് ചോദിച്ച ഉടനെ, യാ റസൂലല്ലാഹ് അഫിൽ ജന്നതി അൽഅക്ലു വശുറബു യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ സ്വർഗ്ഗത്തിൽ ഭക്ഷണമുണ്ടോ, കുടിനീരുണ്ടോ? സ്വർഗ്ഗത്തിൽ തീറ്റും കുടിയോ? എന്താ പരിപാടി അവിടെ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശ്ചര്യത്തോടുകൂടി അതിശയത്തോടുകൂടി ചോദിച്ച സഹാബത്തിനോട് പറയുകയാ, നഅം അസിയദ മിനദ് ദുനിയാ, ഈ ദുനിയാവിനേക്കാൾ കൂടുതലുണ്ട് സഹാബ, ഈ ദുനിയാവിനേക്കാൾ അധികമുണ്ട് സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ നിങ്ങൾ എത്ര കഴിക്കുന്നോ അതിന്റെ ഇരട്ടിയുണ്ട്. എവിടെ? സ്വർഗത്തിൽ. അവിടെ ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ച സ്വഹാബത്തിനോട് നബി കൊടുത്ത മറുപടി, അവിടെ ദുനിയാവിനേക്കാൾ കൂടുതലുണ്ട്. ദുനിയാവ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ? കഴിച്ച് നമ്മളിപ്പോ ഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താം, അപ്പോഴും ഒരു മട്ടൻ ബിരിയാണി പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടി ഒന്നിരിക്കും, ബിസ്മില്ലാഹിർ അല്ലേ? അത് രാവിലത്തേക്ക് വെക്കുവോ? അല്പം ബർക്കത്തിനുള്ള എന്തിനെന്ന് എഴുതിയിട്ട് നമ്മൾ സ്വല്പം ഒന്ന് കഴിച്ചെങ്കിൽ രാവിലെ എഴുന്നേറ്റില്ലെങ്കിലും അതുകൊണ്ട് ഇത് കഴിച്ചിട്ട് കിടന്നേക്കാം. ഇതാണ് നമ്മുടെ പരിപാടി. എത്ര കഴിച്ചെന്ന് പറഞ്ഞാലുള്ള സ്റ്റേജായി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും വിടാം. അതാണ് ദുനിയാവിലെ കഴിക്കല്. ഇതിന്റെ ഇരട്ടിയാണ് ഇവിടെ സ്വർഗത്തിൽ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉസ്താദ്മാരെ ഭക്ഷണം മുത്തല്ലിമീങ്ങൾ അല്ലേ, അട്ടിപ്പാത്രം കൊണ്ടുപോയിട്ട് അവസാനം വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടാവും. മുത്തല്ലിയും കൊൽക്കൂരൊക്കെ വീടുണ്ടാവും. എന്നാൽ ഈ അട്ടിപ്പാത്രത്തിൽ നിന്ന് അതിന്റെ ചിക്കനും മട്ടനും ലാസ്റ്റ് ഒന്ന് കഴിക്കും. ആ പാത്രം കഴുകി വെക്കാൻ വേണ്ടി പോകുമ്പോ എന്തിനാ? അതൊരു ബർക്കത്ത്, റാഹത്ത്. അങ്ങനെ ഏത് മേഖലയിലും ഉണ്ടെന്നർത്ഥം. എല്ലായിടത്തും ഉണ്ട് ചെറുതായിട്ടിങ്ങനെ. അപ്പൊ ഭക്ഷണത്തോട് താല്പര്യം ഈ ദുനിയാവിന്റെ താല്പര്യത്തെക്കാൾ കൂടുതൽ ഭക്ഷണവും എവിടെ ഉണ്ടാകും? നാളെ സ്വർഗത്തിലുണ്ടാകും. അപ്പൊ വീണ്ടും സംശയം. സ്വഹാബത്ത് ചോദിക്കുകയാണ്, അവർ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുകയില്ലയോ റസൂലേ? ഭക്ഷണം കഴിച്ചാൽ കാഷ്ടിക്കണ്ടയോ മൂത്രിക്കണ്ടയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലാ യാ സഹാബ, അവർ ഭക്ഷണം കഴിച്ചാൽ കാഷ്ടിക്കുകയും വേണ്ട മൂത്രിക്കുകയും വേണ്ട. ബൽ യതറഖൂൻ, അവർ വിയർക്കുന്നതാണ്, വിയർക്കുന്നതാണ്. അവരുടെ വിയർപ്പ് കടന്നു വരുന്നത് നാറ്റത്തിലൂടെയല്ല, കസ്തൂരിയുടെ സുഗന്ധമായിട്ടാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫുഡ് കഴിച്ച വിയർക്കും, വിയർപ്പിന്റെ ഗ്രന്ഥികളിലൂടെ കടന്നു വരുന്ന വിയർപ്പിന് കസ്തൂരിയുടെ സുഗന്ധമായിരിക്കും ഉണ്ടാവുക. അത്രയൊന്നും അടിക്കണ്ട, 2 പൊറോട്ട അടിച്ചാൽ മതി. മനസ്സിലാകുന്നുണ്ട്? ഭക്ഷണം കഴിക്കുമ്പോ എന്താണ്? വിയർക്കും. അപ്പൊ വിയർപ്പിന്റെ ഗ്രന്ഥിയിലൂടെ കടന്നു വരുന്നതോ നല്ല കസ്തൂരിയുടെ സുഗന്ധം.
അപ്പൊ അവിടെ നല്ല മണം വരുമ്പോൾ മനസ്സിലാക്കണം ഓൻ ശരിക്കും ഫുഡ് അടിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പുറത്ത് റൂമിൽ നിന്ന് മണം ഇങ്ങനെ അടിക്കുമ്പോൾ മനസ്സിലാക്കണം എന്താണ് ആള് നല്ല ഫുഡടി തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. കാരണം എന്താ, വിയർപ്പ് ഇങ്ങനെ കൂടും. വിയർപ്പ് അധികരിക്കുമ്പോ അതിന്റെ അടുത്ത് എന്താ, വിയർപ്പ് നമ്മളെയൊക്കെ ആണെങ്കിലും എന്താ കെട്ട മണം, പെണ്ണുങ്ങൾ എഴുന്നേക്കത്തില്ല. സംഭവം ഇത് വേറെയാണ്. ഇത് നല്ല സുഗന്ധമാണ്, കസ്തൂരിയേക്കാൾ സുഗന്ധം. ഹദീസാണ് ഇതൊക്കെ. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ അവസ്ഥ. നമ്മുടെ ഇപ്പോഴത്തെ വിയർപ്പേ ആൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇത് കസ്തൂരിയേക്കാൾ സുഗന്ധം. ഈ ദുനിയാവിൽ വെച്ചാൽ നബിക്ക് അങ്ങനെ ഉണ്ട്, ഹദീസിലുണ്ട്, സ്വഹീഹുൽ ബുഖാരി. ഇനിയിപ്പോ അതിലേക്കൊന്നും പോകുന്നില്ല. നബിക്ക് തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഏത് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സ്വഹീഹുൽ ബുഖാരി, ആർക്കും നിഷേധിക്കാൻ പറ്റൂല. നബിതങ്ങൾ വരുമ്പോ ഞാനൊരു വിരിപ്പ് വിരിച്ചു കൊടുക്കും. ഉമ്മു സലമ ബീവി പറയാ, നബിയുടെ ഭാര്യയാണ് ഉമ്മു സലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോ ഞാൻ ആ വിരിപ്പ് എടുത്തിട്ട്, നബി നല്ല വിയർപ്പുള്ള വ്യക്തിയാണ്, ഉമ്മു സലമ ബീവി തന്നെ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല വിയർക്കുമായിരുന്നു. ഞാൻ ആ തുണി ഇങ്ങനെ എടുത്തിട്ട് ഞാൻ കുപ്പിയിലേക്ക് ഇങ്ങനെ പിഴിയും, വിയർപ്പ് ഇങ്ങനെ പിഴിയും. നമ്മൾ തോർത്ത് നല്ല വിയർക്കുന്ന സമയത്ത് തോർത്ത് പിഴിഞ്ഞാൽ ഉണ്ടാവും, നമ്മൾ ഇട്ടിരിക്കുന്ന ബനിയം പിഴിഞ്ഞെടുക്കാണ്ടാവും. അതേപോലെ ഇതിങ്ങനെ പിഴിഞ്ഞിട്ട് ആ കുപ്പിയിലാക്കി വെക്കും. എന്ന് പറയാം നല്ല സുഗന്ധമാണ്, നല്ല സുഗന്ധമാണ്. ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോ അതുപോലെ തന്നെ സുഗന്ധത്തിന് വേണ്ടിയൊക്കെ ആവശ്യത്തിന് ഞങ്ങൾ ഇത് പുരട്ടാറുണ്ടായിരുന്നു. ആര് പറയാ, ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ. ഹദീസാണ്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഞാൻ അതിലേക്ക് നമ്മുടെ വിഷയം ബറക്കത്ത് എന്നുള്ളൊരു വിഷയമല്ല, എങ്കിലും ഞാൻ സൂചിപ്പിച്ചതാണ്. ചിലർ അങ്ങനെ പറയുമ്പോൾ ചുമ്മാ അടിക്കുകയാണോ, അങ്ങനെയൊന്നും ഇല്ല എന്ന് കരുതണ്ട, ഹദീസാണ്. അപ്പൊ നബിക്ക് ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നബിയുടെ ശരീരത്തിൽ നിന്ന് വരുന്നത് എന്തായിരുന്നു, വിയർപ്പ് എന്തായിരുന്നു, സുഗന്ധം, മിസ്കായിരുന്നു, കസ്തൂരിയായിരുന്നു. നമുക്കിത് ആഖിറത്തിലെത്തുമ്പോൾ കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിലെത്തണം കേട്ടോ, എങ്കിലേ ഉള്ളു കിട്ടുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നരകത്തിലാണെ പറയണ്ട, അള്ളാഹു കാക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഫുഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സ്വഹാബത്ത് വലിയ ആശ്ചര്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബാ സ്വഹാബാ, ജനങ്ങൾ മുഴുവനും വലിയ സുഖത്തിലും ആസ്വാദനത്തിലും കഴിഞ്ഞു പോയാണ്. സ്വർഗത്തിൽ കഴിയുന്ന ഓരോരുത്തരും വലിയ സുഖത്തിലാണ് കഴിയുന്ന. ഓരോരുത്തരും ചിന്തിക്കും, എന്നേക്കാൾ വലിയ സുഖലോലുപത മറ്റാർക്കുമില്ല, മറ്റാർക്കുമില്ല. എന്റെ അത്ര ആസ്വാദനം വേറെ ആർക്കും ഇല്ല. അങ്ങനെയാണ് ഓരോരുത്തരും കരുതുക. ആ രീതിക്കാണ് അവരുടെ ആസ്വാദനത്തിന്റെ മർത്തബ, ദറജ അല്ലാഹു സ്വീകരിച്ചിട്ടുള്ളത്. ഹദീസിൽ കാണാം, ഏറ്റവും താഴത്തെ തട്ടിലുള്ളവന് തന്നെ 1000 ഖാദിമീങ്ങളുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി 1000 പേരാ സേവകര്. അവന്റെ ചെരുപ്പ്, വടി, അവന്റെ എല്ലാ സാധനങ്ങളും എടുക്കാൻ വേണ്ടി 1000 പേര് നമുക്കിങ്ങനെ ഖിദ്മത്ത് എടുക്കാൻ, സേവനം ചെയ്യാനുണ്ടെങ്കിലും ചിന്തിച്ചു നോക്കിയാൽ വല്ലതും ചെയ്യേണ്ടി വരുമോ? നമ്മള് മലമൂത്ര വിസർജനം ഇല്ലല്ലോ, പിന്നെന്താ ഉള്ളത്? ആകെ വല്ലതും കഴിക്കുക, വേറെ പരിപാടിയൊന്നുമില്ല. 1000 പേരെ സേവനത്തിന് കിട്ടിയാലുള്ള അവസ്ഥ എന്താ? വേണ്ട ഒരാളെ ഉള്ളിപ്പോടെ ഭാര്യ, അവളെ തന്നെ നമ്മൾ വിളിക്കുക. രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടുവിലത്തെ താളിങ്ങനെ പറന്നങ്ങോട്ട് പോയി, അടുക്കളയിൽ ഇരിക്കുന്നവളോട് ആ പത്രം ഒന്ന് എടുത്ത് താഴെ കിടക്കുക. സംഭവം ഇവന് കുഞ്ഞെടുത്താൽ മതി. അത് തന്നെ നമ്മൾ പെണ്ണുങ്ങളെ വിളിച്ചാൽ അടുക്കളയിൽ നിന്ന് വിളിപ്പിച്ചിട്ടുമാണ് എടുപ്പിക്കുന്നത്. ഒരാളെ കിട്ടിയപ്പോൾ ഉള്ള അവസ്ഥയാണ്. അപ്പൊ 1000 പേരെ കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും, വേറൊരു പണിക്കൊന്നും പോവില്ല. മറ്റേത് മക്കളെ നോക്കണം, അവരെ നോക്കണം, ഇതൊക്കെ നിന്നെ നോക്കണം, മക്കളെ നോക്കണം, കുടുംബം നോക്കണം, വേറെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് ഭാര്യയ്ക്കുള്ളത്. ഇതങ്ങനെയല്ല, നിനക്ക് മാത്രം ഖിദ്മത്തിന്, സേവനത്തിനായിട്ട് 1000 പേരാണ്. ഏറ്റവും താഴത്തെ തട്ടിൽ സ്വർഗത്തിലുള്ളവനെ കിട്ടുന്നത് ഇതാണ്, സയ്യിദുനാ റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്കിയാൽ മുകളിലോട്ട് എത്രയായിരിക്കും? അതുകൊണ്ട് തന്നെ ഓരോരുത്തരും കരുതും, എനിക്ക് നൽകിയതുപോലെ നിഅമത്ത്, അനുഗ്രഹം വേറെ ആർക്കും നൽകിയിട്ടില്ല എന്ന് കരുതും. അങ്ങനെ കരുതും. അങ്ങനെയാണ് മുന്നോട്ട് പോവുക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗ്ഗത്തിൽ വസിക്കുന്ന ഓരോരുത്തരും സുഖലോലുപതയിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന ചോദിക്കുകയാണ്, അതുരീദൂന അസിയദ മിൻ ഹാദാ, ഇതിനേക്കാൾ വല്ലതും നിങ്ങൾക്ക് വേണോ? വേണോ? ഇതിനേക്കാൾ വല്ലതും അധികമായിട്ട് വേണോ? വേണോ? അല്ലയോ ജനങ്ങളെ, ജനങ്ങളെ, നിങ്ങൾ ഇതിനേക്കാൾ വല്ലതും കൂടുതലായി ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടോ? അവർ വിളിച്ചു പറയുമത്രേ, വിളിച്ചു പറയുമത്രേ, ലാ ഹാദാ അസിയദു യാ അല്ലാഹ്. ഒന്നുമില്ല പടച്ച റബ്ബേ, ഒന്നുമില്ല പടച്ച റബ്ബേ,
ഞങ്ങൾ മനസ്സിൽ കരുതിയതിനേക്കാൾ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഇന്നവരെ കണ്ടിട്ടുള്ളതിനേക്കാൾ, ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ഇന്നുവരെ ചിന്തിച്ചിട്ടുള്ളതിനേക്കാൾ, ഞങ്ങളുടെ കാതുകൊണ്ട് ഇന്നുകൊണ്ട് കേട്ടിട്ടുള്ളതിനേക്കാൾ വലിയ ആസ്വാദനമാണ് നീ നൽകിയിട്ടുള്ളത്. ഇതിനേക്കാൾ വലുത് ഞങ്ങളുടെ മനസ്സിലില്ല റബ്ബേ, ചിന്തയിലില്ല അല്ലാഹ്. ഇത് തന്നെ കൂടുതലാണ് പടച്ച റബ്ബേ എന്ന് അല്ലാഹുവിനോട് പറയുമോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയുക്ശഫുൽ ഹിജാബ്, അവർക്കിടയിലും റബ്ബിനിടയിലുമുള്ള മറയങ്ങ് നീക്കുമേ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ കാണുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിന്റെ സൗന്ദര്യത്തെ ദർശിക്കുകയാണ്. ഇന്നക്കും സതറൂന റബ്ബക്കും കമാ തറൂന ലൈലത്തുൽ ബദ്രി സദഖ റസൂലുള്ളാഹി. പൂർണ്ണ ചന്ദ്രനെ 14 ചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ നാളെ അല്ലാഹുവിനെ നിങ്ങൾ ഞങ്ങളുടെ നേത്രങ്ങൾ കൊണ്ട് ദർശിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതായ വാക്യം പുലരുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനെ നേരിട്ട് കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂലാകുന്ന ലോകത്തെ ഏറ്റവും സുന്ദരനാകുന്ന പ്രവാചകനെ സൃഷ്ടിച്ച, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച, ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച, അതിന്റെ സർവ്വ മനോഹാരിതകളും നൽകിയ പടച്ച തമ്പുരാൻ എത്ര വലിയ സൗന്ദര്യമുള്ളവനാ. ആ പടച്ച റബ്ബിനെ നേരിട്ട് കാണുകയാണ്. അവൻ ലോകത്ത് കണ്ടിട്ടുള്ള സർവ്വ സൗഭാഗ്യങ്ങളും അതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങളും എല്ലാം മറക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഉറപ്പെടുത്തുകയാണ്, പടച്ച റബ്ബിനെ കാണുന്നതിലൂടെ അവർ അതുവരെ അനുഭവിച്ച സർവ്വ സൗഭാഗ്യങ്ങളും അവർ മറന്നു പോവുകയാണ്. അല്ലാഹുവിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ദർശിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. കണ്ണുകൊണ്ട് പടച്ച റബ്ബിനെ നേരിട്ട് കാണും. ഏത് കണ്ണുകൊണ്ട്? ഈ കണ്ണുകൊണ്ട് കാണും. പക്ഷെ ഈ കണ്ണുകൊണ്ട് ഈ ദുനിയാവിൽ നീ ഹറാമ് കാണാൻ പാടില്ല. അതേ കണ്ടീഷനുള്ളൂ. മനസ്സിലായില്ല? ഇത് ഭാഗ്യമുള്ള ഒരു അവയവമാണ്. ഈ അവയവം കൊണ്ട് അള്ളയെ ഒന്ന് നേരിട്ട് കാണണമെങ്കിൽ ഈ ദുനിയാവിൽ നീ ഹറാമ് കാണാൻ പാടില്ല എന്നാ പറഞ്ഞതിന്റെ വലഹാസ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതുവരെ കണ്ടുപോയല്ലോ, തൗബ ചെയ്തോ. നീ ഇന്നുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ടോ? മരിച്ചുപോയ നിന്റെ ഉപ്പയും ഉമ്മയും സാലിഹീങ്ങളായ സജ്ജനങ്ങളാകുന്ന ആളുകളെ പോലും കാണാത്ത സഹോദര സഹോദരിമാരില്ലേ? എന്തുകൊണ്ട്? നിന്റെ കണ്ണുകൾ മലീമസമായിരിക്കുന്നു. നിന്റെ കണ്ണുകൾ കൊണ്ട് മോശപ്പെട്ടതായ ശൈലി അവലംബിച്ചിരിക്കുന്നു. അശ്ലീലത കണ്ടുകൊണ്ട് നിന്റെ കണ്ണ് നിറച്ചിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ പാവപ്പെട്ട ഉമ്മയും ഉപ്പയെപ്പോലും നിനക്ക് കിനാവ് കാണാൻ പറ്റുന്നില്ല. മരിച്ചിട്ട് വാപ്പയും ഉമ്മയും പോലും കാണുന്നില്ല. പിന്നല്ലേ അള്ളയെ? എന്തുകൊണ്ട്? നിന്റെ കണ്ണ് ദൂരെ പോയിരിക്കുകയാണ്. പാപ്പായും ഉമ്മായും പോലും നിന്റെ കിനാവിൽ വരുന്നില്ല. കാരണം അവരിച്ചിരി കൂടെ സാലിഹ്യങ്ങളായിരുന്നു. മനസ്സിലായിക്കോ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുത്തുനബിയെ കണ്ടിട്ടില്ല. സലഫ് സാലിഹീങ്ങളാകുന്നവർ എത്ര മഹത്തുക്കളെ നീ കണ്ടിട്ടില്ല. ഇവിടെ ജീവിച്ചിരുന്ന എത്രയോ സാലിഹീങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദർശിച്ചവരാണ്, കിനാവ് കണ്ടവരാണ്. എന്തേ നിനക്കും നമുക്കും കാണാൻ പറ്റാതെ പോയത്? എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിക്കാത്തത്? നമ്മുടെ കണ്ണുകൾ മലീമസമായി പോയി. കണ്ണുകൾ നന്നാവണം. കണ്ണിന് റെഡിയാക്കി എടുക്കണം. കണ്ണ് നോക്കണം. എങ്ങോട്ട് നോക്കണം? കുറച്ച് സ്ഥലങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്ന്, നിന്റെ വാപ്പയുടെ ഉമ്മയുടെ മുഖത്ത് ഇടയ്ക്കൊന്ന് നോക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിയിരിക്കൽ കൂലി സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. 2, വിശുദ്ധമായ ഖുർആനിൽ നീ ഇടയ്ക്കിടെ നോക്കണം എന്ന് പറഞ്ഞാൽ ഡെയിലി നോക്കാതിരിക്കാൻ പാടില്ല. ഡെയിലി നോക്കേണ്ട സാധനമാണത് ഖുർആൻ. വാട്സാപ്പും ഫേസ്ബുക്കും ഒന്നും നോക്കിയില്ലയോ? ഖുർആൻ നോക്കൽ നിർബന്ധം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
അങ്ങനെ നീ അതിലേക്ക് അള്ളാഹുവിന്റെ കലാമാണ്, ഈ റബ്ബിന്റെ കലാമിലേക്ക് നോക്കിയാൽ റബ്ബിലേക്ക് നോക്കാൻ നിനക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിന്നെ കണ്ണതിൽ റെഡിയാകാൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ, വയസ്സ് എന്ന ഉമ്മമാരുണ്ടാകും, 60, 70, 80 ഒക്കെ എത്തിയിട്ടുണ്ടാവും, എന്നാലും അവര് ഖുർആൻ ഓതുന്നതിന് ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ ഉമ്മമാരുണ്ട്, അടിപൊളിയായിട്ട് ഖുർആൻ ഓതും. ചെറുപ്പക്കാർ ഓതുന്നതിനേക്കാൾ വൃത്തിയായിട്ട് ഓതും. ചെറുപ്പക്കാർ ഇപ്പോൾ അക്ഷരം പിടിക്കലുണ്ടാവില്ല. കാരണം അവർ ഖുർആനുമായി ബന്ധപ്പെട്ട് നിലകൊണ്ട് റബ്ബ് അവരുടെ കണ്ണിനെ തിരഞ്ഞെടുത്തു, ഖൈറിന് വേണ്ടി തിരഞ്ഞെടുത്തു. നമ്മളെ തിരഞ്ഞെടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഒരു ദിവസം നിനക്ക് യാസീൻ ഓതാൻ കഴിയുന്നില്ല എങ്കിൽ വിശുദ്ധ ഖുർആനിലെ ഖൽബാണ് സൂറത്ത് യാസീൻ. റസൂൽ പറഞ്ഞതല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നലി കുല്ലി ഷൈഇൻ ഖൽബാ വ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സാബ. വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം യാസീനാണ്, യാസീനാണ്. ആ യാസീൻ സൂറത്ത് ഡെയിലി പാരായണം ചെയ്യാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ പടച്ച റബ്ബ് നിന്നെ തിരഞ്ഞെടുത്തിട്ടില്ല, അല്ലാഹുവിനെ കാണാൻ തിരഞ്ഞെടുത്തിട്ടില്ല. അല്ലാഹുവിനെ കാണണ്ടേ ഈ കണ്ണുകൊണ്ട്? ലോകത്തെ ഏതൊക്കെ വസ്തുക്കൾ നീ കണ്ടിട്ടുണ്ട്? ഈ അടുത്തൊരാളെ കണ്ടു, കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ ദേശത്തുള്ള ഒരു സഹോദരനാണ്. നിങ്ങൾ നെറ്റിൽ പരതിയാൽ മതി, ചാനലാണ്, മീഡിയ വണ്ണെന്ന് തോന്നുന്നു, ഒരു ചാനലിൽ അദ്ദേഹത്തിന്റെ ജീവിതം കൊടുത്തിട്ടുണ്ട്. റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്, സർക്കാർ ഉദ്യോഗസ്ഥനും കണ്ടത്. അദ്ദേഹം ഒരു 8 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു പൂള് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ ഇങ്ങനെ ചാടി കളിക്കുക, റാഹത്തായിട്ട്. എന്നുള്ള ആൾ പറയുന്നുണ്ട്, ജീവിതം ആസ്വദിക്കാനുള്ളതല്ലേ, ആസ്വദിച്ച് തീർക്കുക. എന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ പോളിസിയാണ് പറയുന്നത്. 8 ലക്ഷം രൂപയ്ക്ക് ഒരു സ്വിമ്മിംഗ് പൂള് ഉണ്ടാക്കി, ഒരു 2 മുറി വീടും കാര്യങ്ങളും, വേറെ ആരും ഇല്ല, അദ്ദേഹത്തിന് കുടുംബമൊന്നുമില്ല. എന്നിട്ട് ഇതിനെപ്പോഴും ഇരുന്ന് നീന്തി കളിക്കുക, റാഹത്തായിട്ട്. ഇതിന് മുങ്ങാങ്കുഴിയിട്ട് കളിക്കുക. 8 ലക്ഷം രൂപയ്ക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ട്. ഇവിടെ കേരളത്തിലെ അവസ്ഥയാണ് ഈ പറയുന്നത്. കാസർഗോഡ് ചെറുവത്തൂർ ദേശത്തുള്ള ഒരു സഹോദരൻ നടക്കുന്ന പരിപാടികളാണ്. ചിന്തിച്ചു നോക്ക്, എത്ര ആളുകളുണ്ട് അപ്പൊ. അപ്പൊ ഇതൊക്കെ ഭൗതികതയുടെ ആസ്വാദനത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ദുന്യാവാണ് അവരുടെ സ്വർഗം, ദുന്യാവാണ് അവരുടെ സ്വർഗം. ദുന്യാവിൽ ഒരു സ്വർഗം പണിത് തീർക്കുന്നു. ഇവിടെ കൊണ്ട് തീരെയാണ്, എല്ലാം തീരെയാണെന്ന് കരുതി ജീവിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല. ആഖിറമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ചോദ്യമുണ്ട്, മഹ്ശറയുണ്ട്, ഖബറുണ്ട്, മരണമുണ്ട്. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് കഴിയുന്നവരാണ് മുഅ്മിനീങ്ങൾ. നമ്മളങ്ങനെയാണ്. നമ്മൾ അതുകൊണ്ട് അതിനനുസരിച്ച് അമൽ ചെയ്യണം, അതിനനുസരിച്ച് അമൽ ചെയ്തേ പറ്റൂ. അപ്പൊ ജീവിതം ചിട്ടപ്പെടുത്തണം, ജീവിതം ചിട്ടപ്പെടുത്തിയേ പറ്റൂ. മോശമായ ശൈലിയിൽ നീ പോകാൻ പാടില്ല. നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ നീ കൂച്ചുവീലം കടങ്ങണം. മോശമായ ശൈലിയിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. ഒരശ്ലീല ചുവയുള്ള സംസാരത്തിലേക്ക് നീ പോകാൻ പാടില്ല. എന്തുകൊണ്ട്? നിന്റെ നാവ് ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള അവയവമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള അവയവമാണ്. 2 അവയവങ്ങളാണ് ഏറ്റവും ഭാഗ്യമുള്ളത്. ഒന്ന് കണ്ണ്, അള്ളാഹുവിനെ കാണാൻ കഴിയുന്ന അവയവമാണ്, ഏറ്റവും ശ്രേഷ്ഠതയുള്ള അവയവമാണ്. ഈ ലോകത്തെ ഏറ്റവും സൗന്ദര്യവാനായ അള്ളാഹു, അല്ലെ? അള്ളാഹുവിലെ ഏറ്റവും സൗന്ദര്യവാൻ മുത്തുനബിയാണ് ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തി. ആ സൗന്ദര്യമുള്ള വ്യക്തിയെ സൃഷ്ടിച്ച അള്ളാഹു അല്ലേ അതിനേക്കാൾ സൗന്ദര്യമുള്ളവൻ. നമ്മൾ ലോകത്തുള്ള മുഴുവൻ സ്ഥലങ്ങളും പോയി കാണുന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളും പോയി ദർശിക്കുന്നുണ്ട്. ഈ ചെറുവത്തൂർ ദേശത്തുള്ള സഹോദരനും പറയുന്നുണ്ട്, എനിക്കിനി ആഗ്രഹങ്ങളൊന്നുമില്ല, ഞാൻ എല്ലാ സ്ഥലങ്ങളും അവിടെ പോകുന്നുണ്ട്, ഇവിടെ പോകുന്നുണ്ട്, ഇനി എനിക്ക് അമേരിക്കയിൽ ഇന്നടുത്ത് പോകണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളാണ്, പല സ്ഥലങ്ങൾ കാണണം. ചിലർക്ക് ആഗ്രഹം ഉണ്ടാവും, ചെറുപ്പത്തിൽ തന്നെ എനിക്കൊന്ന് വണ്ടർലയിലൊന്ന് പോയി തുള്ളണം, കുട്ടികളുടെ ആഗ്രഹം. എനിക്കൊന്ന് ലുലു മാൾ കാണണം, 70 വയസ്സുള്ള ഒരു ഇളവന്റെ ആഗ്രഹം അതാണ്. ചിലർക്ക് ആഗ്രഹം ഇതൊന്നുമല്ല, എനിക്കൊരു ചെറിയ സ്നിക്കേഴ്സ് കഴിക്കണം, മിഠായി. ചിലർക്ക് ലേസ് കഴിച്ചാൽ മതി, കൊച്ചുപിള്ളേർക്ക് കിൻഡർ ജോയ് മതി. ഓരോരുത്തരും ഓരോ ആഗ്രഹങ്ങളാണ്, അവർക്ക് ആ ആഗ്രഹങ്ങൾക്ക് അപ്പുറത്തേക്കില്ല. വലുതാവുമ്പോൾ വീണ്ടും തുടങ്ങും, താജ്മഹൽ ഒന്ന് കണ്ടാൽ കൊള്ളാം, ഡൽഹി വരെ ഒന്ന് പോകണം. ഓരോരുത്തരും ഓരോ ആഗ്രഹങ്ങളാണ്. ചിലർക്ക് മദീന ഒന്ന് കാണണം, മക്ക ഒന്ന് കാണണം. ഇങ്ങനെ ഇവൻ ദുനിയാവിൽ കണ്ടു തീർത്തതാകുന്ന ആസ്വാദനങ്ങളൊക്കെ കണ്ടു തീർത്താലും ഇതൊക്കെ സൃഷ്ടിച്ചതായ അള്ളാഹു എത്ര വലിയ സൗന്ദര്യവാനാണ് എന്ന് നിനക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നിന്റെ ചിന്തയ്ക്കപ്പുറമാണ് സൗന്ദര്യം. പക്ഷേ അള്ളാഹു എത്ര വലിയ സൗന്ദര്യവാനാണ്, ഇതിനേക്കാളൊക്കെ ഉപരിയാണ് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ റബ്ബിനെ കാണണ്ടേ നീ ഒന്ന് ചിന്തിക്ക്. കാണണമെങ്കിൽ ഈ ദുനിയാവിൽ നീ കണ്ടുകൊണ്ട് ഹറാമ് കാണാൻ പാടില്ല, ആണ് പറഞ്ഞിട്ട് അർത്ഥം.
ഇനി കാണാൻ പാടില്ല. ഇത്രയും നാള് കണ്ട് ഇന്നിപ്പോ വാത് കഴിഞ്ഞു പോയത് മുതൽ ഇനി ശ്രദ്ധിക്കുക. എല്ലാ അശ്ലീലതയും കളഞ്ഞിട്ട് നമ്മുടെ ഇനി നന്നാകുകയാണ്. അങ്ങനെ ഒരു ചിന്ത നിന്റെ മനസ്സിൽ വെച്ചോ, റബ്ബ് നിന്നെ തിരഞ്ഞെടുത്തു എന്നർത്ഥം. ഇനി അധിക ജീവിതമൊന്നും ഇല്ല, ഒരു കുറഞ്ഞ കാല ജീവിതമേ ഉള്ളൂ. അടയാളങ്ങളൊക്കെ ഏകദേശം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ സലാമത്താക്കി തെരുമാറാവട്ടെ. അവസാന കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ, അവസാന യുഗത്തിലേക്ക് എത്തിയിരിക്കാൻ ഇനി ഒരുപാടൊന്നും ഇല്ല. അതുകൊണ്ട് കുറഞ്ഞ കാലഘട്ടമാണ് ഉള്ളത്. ആ ഉള്ള കാലഘട്ടത്തിൽ ഈമാൻ ശരിക്കും മുറുകെ പിടിച്ചു. എല്ലാ അടയാളങ്ങളും വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ചെറിയ അടയാളങ്ങൾ, ഇനി വലിയ വലിയ അടയാളങ്ങൾ, ദജ്ജാൽ വരിക, ഇമാം മഹ്ദി വരിക, യജൂജ് മജൂജ്, ഈസാ നബി വരിക, അങ്ങനത്തെ ചില അടയാളങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ വന്നിട്ടുണ്ട്. ഏതാ വരാത്തത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കണ്ണിനെ സൂക്ഷിക്കുന്നത് പോലെ നിന്റെ നാവിനെയും നീ ശ്രദ്ധിക്കണേ. കാരണം ഭാഗ്യമുള്ള അവയവമാണ് നാവ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു അറാബിയായ ഗ്രാമീണനായ മനുഷ്യൻ വന്നുകൊണ്ട് മുത്തുനബിയോട് ചോദിക്കുകയാണ്, ഔസിനി യാ റസൂലല്ലാഹ്, എനിക്കൊന്ന് വസിയത്ത് നൽകണേ റസൂലേ, എന്നെ ഒന്ന് ഉപദേശിക്കണേ റസൂലേ, എനിക്കൊരു നിർദ്ദേശനം നൽകണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂലുടെ അവനോട് പറയുകയാണ്, ആഖിദം ബിലിസാനിഹി ബിയദിൽ ഐസർ, തന്നെ ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവന് ഉപദേശം നൽകുകയാണ്. അല്ലയോ സോദരാ, എന്നെ ഒന്ന് ഉപദേശിക്കണേ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരാ, നിനക്ക് ഞാൻ നൽകുന്ന ഉപദേശം ഒന്ന് മാത്രമാണ്. നിന്റെ ഈ നാവിനെ നീ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കണേ. മോശമായ സംസാരം നിന്റെ ജീവിതത്തിൽ പാടില്ല, മോശമായ ഭാഷണം നിന്റെ ജീവിതത്തിൽ അരുതേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ക്ലാപ്പനയിലുള്ള ഓരോ മുസ്ലിം സഹോദരന്മാരും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അധ്യാപനം നടത്തേണ്ട പാഠമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്യമാണ്, എന്നെ ഒന്ന് ഉപദേശിക്കണേ എന്ന് പറഞ്ഞപ്പോ, നീ 5 വക്ത് നമസ്കരിക്കണേ, നീ റമദാനിൽ നോമ്പ് പിടിക്കണേ, നീ പാവങ്ങൾക്ക് സകാത്ത് കൊടുക്കണേ, പട്ടിണി കിടക്കുന്നവന്റെ പട്ടിണി മാറ്റണേ, നിരാലംബര കവലംബമാകണേ, നീ പരിശുദ്ധമായ കഅബയെ പോയി തവാഫ് ചെയ്തുകൊണ്ട് സഫാ മറുപടിയിൽ സഈ ചെയ്തുകൊണ്ട് ഉംറ നിർവഹിച്ച് ഹജ്ജ് നിർവഹിച്ചിട്ട് വരണേ എന്നല്ല പറഞ്ഞത്. നീ നിനക്ക് നൽകുന്ന ഏറ്റവും വലിയ വസിയത്ത് നിന്റെ നാവിനെ സൂക്ഷിക്കലാണ്. നിന്റെ നാവിൽ കിടക്കുന്ന എല്ലില്ലാത്തതാകുന്ന അവയവം അതൊന്ന് സൂക്ഷിക്കണേ. 2 അവയവങ്ങൾ ആരൊരുവൻ സൂക്ഷിച്ചാൽ അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാം. റസൂലുള്ള പറഞ്ഞ വാക്യമല്ലയോ, എല്ലില്ലാത്ത 2 അവയവമാണത്. ഒന്ന് നാവാണ്, മറ്റൊന്ന് ലൈംഗിക അവയവമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, മയ്യദ്മല്ലി മാ ബൈന ലഹിയൈഹി വമാ ബൈന ഫഖദൈഹി അല്ലമല്ലഹുൽ ജന്ന. ആരൊരുവന്റെ തുടയെല്ലുകൾക്കിടയിലുള്ളതാകുന്ന അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട തുടയെല്ലുകൾക്കിടയിലുള്ളതാകുന്ന ലൈംഗിക അവയവവും അവന്റെ നാവുകൾക്കിടയിലുള്ളതാകുന്ന അവന്റെ താടിയെല്ലുകൾക്കിടയിലുള്ള നാവ് കൊണ്ടും ആരൊരുവൻ എനിക്ക് ജാമ്യം നിന്നാൽ, ഈ 2 അവയവങ്ങളെയും ഞാൻ സൂക്ഷിച്ചു കൊള്ളാമെന്ന് ജാമ്യം നിന്നാൽ, അല്ലാഹുൽ ജന്ന, സ്വർഗം കൊണ്ട് ഞാൻ അവന് ജാമ്യമാണ്. ഹബീബായ റസൂലുള്ളാഹി. കഴിയുമോ സഹോദര, കഴിയുമോ പെങ്ങളെ, നിന്റെ ലൈംഗിക അതിക്രമങ്ങൾ, നിന്റെ മോശപ്പെട്ട ശൈലികൾ എല്ലാം നിന്റെ മോശപ്പെട്ട അവയവങ്ങൾ കൊണ്ടുണ്ടായതല്ലയോ? എല്ലാ ചിന്തകളും അതിലൂടെ ഉടനെടുത്തതല്ലയോ? നിന്റെ ചിന്തകളെ ഒന്ന് ശ്രദ്ധിക്കണേ, നിന്റെ അവയവങ്ങളെ ഒന്ന് കൂച്ചുവിലങ്ങടങ്ങണേ. എന്തുകൊണ്ടെന്നറിയുമോ? ഈ അവയവങ്ങളെ ഒന്ന് കൂച്ചുവിലങ്ങിട്ടാൽ നിനക്ക് തീർച്ചയായും സ്വർഗമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഒരു മരണ വീട്ടിലേക്ക് ചെല്ലുമ്പോ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് സഹാബത്ത് വന്നു കൂടുകയാണ്. മരിച്ചു കിടക്കുന്ന സഹാബിയുടെ ജനാസ റസൂലുള്ള ദർശിക്കുകയാണ്. സഹാബത്ത് വന്നുകൊണ്ട് റസൂലുള്ള
റസൂലുള്ളാഹിയോട് പറയുകയാണ്, അബ്ശിറുഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്. നബിയേ നബിയേ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കൂ റസൂലേ. പാവപ്പെട്ട മനുഷ്യനാണ് റസൂലേ, അദ്ദേഹത്തെ സ്വർഗം കൊണ്ട് അവിടുന്ന് സന്തോഷ വാർത്ത അറിയിക്കണേ റസൂലേ. അല്ലാഹു റസൂല് പറയുകയാണ്, ലാ ഇല്ല സാബ, ഇദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയാനില്ല. എന്തുകൊണ്ടെന്നറിയുമോ? ഫലഅല്ലഹു യതകല്ലമ ഫീമാ ലാ യഅനി. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹം നാവ് കൊണ്ട് ജനങ്ങളെ കുറിച്ച് അനാവശ്യം പറഞ്ഞിട്ടുണ്ടാകാം, ഫനാ പറഞ്ഞിട്ടുണ്ടാകാം, ഫസാദ് പറഞ്ഞിട്ടുണ്ടാകാം, വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ അപവാദങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടൂല. ഫലഅല്ലഹു യതകല്ലമ ഫീമാ ലാ യഅനി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംസാരിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടൂല സാബ. അതുകൊണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് നന്മ എന്നെ കൊണ്ട് പറയിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതരുതേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 60-70 വയസ്സ് മാത്രമുള്ള ഈ ജീവിത കാലഘട്ടങ്ങളിൽ എത്രയെത്ര ആളുകളെ തേജോവധം ചെയ്തവരാണ് നീ. വാൾ പോസ്റ്റ് എഴുതിയവരില്ലയോ, ഫേസ്ബുക്കിൽ എഴുതിയവരില്ലയോ, വാട്സാപ്പിൽ എഴുതി വിട്ടവരില്ലയോ, ഷെയർ ചെയ്ത സഹോദരന്മാരില്ലയോ, സഹോദരിമാരില്ലയോ? നാവുകളെ ശ്രദ്ധിക്കണേ. അശ്ലീല ഭാഷണങ്ങൾ നടത്തിയവരില്ലയോ? മഗ്രിബ് നമസ്കരിച്ച്, ഇശാ നമസ്കരിച്ച്, സുബൈ നമസ്കരിച്ച്, ളുഹർ നമസ്കരിച്ച്, അസ്ർ ജമാഅത്തായി നമസ്കരിച്ച് പള്ളിയുടെ മുറ്റത്തിരുന്നുകൊണ്ട് ഫനായും ഫസാദും പറഞ്ഞവരില്ലയോ? ജനങ്ങളെ കുറിച്ച് പറഞ്ഞവരില്ലയോ? ഉലമാക്കളെ കുറിച്ച്, ഉമറാക്കളെ കുറിച്ച്, മുത്തഅല്ലിമീങ്ങളെ കുറിച്ച് പറഞ്ഞവരില്ലയോ? അന്യന്റെ പച്ചമാംസം തിന്നവരില്ലയോ? നഊദു ബില്ലാഹ്. നാവിനെ ശ്രദ്ധിക്കണേ. തീർന്നില്ല. ലമ്മാ മർറ ബിഖൗമിൻ, അല്ലാഹുവിന്റെ റസൂൽ ഒരു സമൂഹത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറയുകയാണ്, സഹാബ തഖല്ലലൂ, ഒന്ന് പല്ലുകുത്തണേ സഹാബ, പല്ലുകുത്തണേ. ഫഖാലൂ, ഉടനെ അവർ ചോദിക്കുകയാണ്, മാ തഇന്നല്ലോ മതാമാ. നബിയേ ഞങ്ങളോട് എങ്ങനെയാണ് അവിടുത്തേക്ക് പറയാൻ തോന്നിയത്? ഇന്നത്തെ ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല റസൂലേ, ഞങ്ങളൊന്നും തന്നെ കുടിച്ചിട്ടില്ല റസൂലേ. ഒന്നും കഴിക്കാത്ത, ഒന്നും ഭുജിക്കാത്ത, ഒന്നും രുചിക്കാത്ത ഞങ്ങളോട് എന്താണ് തങ്ങൾ പറഞ്ഞത്? പല്ലുകുത്താൻ പറഞ്ഞതിന്റെ പരമാർത്ഥം എന്താണ് എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ ഇന്നീല അറാ ലഹ്മ ഫുലാനിൻ ബൈന ഫനായാകും. ഇന്നാലിന്ന മനുഷ്യന്റെ ഫനായും ഫസാദ് നിങ്ങൾ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് സഹാബ, ഞാൻ ദർശിക്കുന്നുണ്ട് സഹാബ. നിങ്ങൾ ഈ സദസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് ഫനാ പറഞ്ഞില്ലയോ, ഫസാദ് പറഞ്ഞില്ലയോ? ഇന്നീല അറാ ലഹ്മ ഫുലാനിൻ ബൈന ഫനായാകും. നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഇന്നാലിന്ന മനുഷ്യന്റേതാകുന്ന പച്ചമാസം അദ്ദേഹത്തെ കുറിച്ച് പരദൂഷണം പറഞ്ഞതിന്റെ പേരിൽ, ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സാബ. അതുകൊണ്ട് തഖല്ലലൂ, പല്ലൊന്നു കുത്തണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫനായും ഫസാദും പറയാ ചെറിയ കാര്യമല്ല, വെറുതെ ഒന്ന് കൂടിക്കൊടുക്കുക ഒന്നുമില്ല. അവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, അപ്പൊ അവിടെ പോയി കേട്ടുകൊടുക്കുക. അല്ലാഹു ആക്കട്ടെ. നമുക്ക് ഏറ്റവും കുറഞ്ഞത് അതെങ്കിലും ഉണ്ടാവും. ഒന്നുമില്ല, നമ്മൾ വർത്താനൊന്നും പറയുന്നില്ല, എന്നാലും പരിപാടി അങ്ങനത്തെ കൂട്ടര്. അല്ലാഹു നമ്മളൊക്കെ ആകട്ടെ. അത് ശരിയാട്ടോ, പറഞ്ഞത് കറക്റ്റാ എന്ന് പറഞ്ഞു വിടുന്നവർ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്,
അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സഹാബ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നാവ് ശ്രദ്ധിക്കണേ. എന്തേ കാരണമെന്നറിയുമോ? വസീഖല്ലദീന തഖൂ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها سلام عليكم طبتم فادخلوها خالدين وقالوا الحمد لله وقالوا الحمد لله وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു സുമറിന്റെ അവസാന ഭാഗത്തിലൂടെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു മനോഹരെ പഠിപ്പിക്കുകയാണ്. ഈ ദുനിയാവിൽ നമസ്കാരം നിലനിർത്തിയവർ, നോമ്പുകൾ കൃത്യമായി പിടിച്ചു വീട്ടിയവർ, സകാത്തുകൾ കൃത്യമായി കൊടുത്തു വീട്ടിയവർ, പാവങ്ങളുടെ കണ്ണീരൊപ്പിയവർ, നിരാലംബർ കബലംബമായവർ, സാധിപതികളെ കെട്ടിച്ചുവിടാൻ പൈസ കൊണ്ട് സഹായിച്ചവർ, തന്റെ കയ്യിലുള്ളതാകുന്ന സാമ്പത്തിക ശേഷി അനുസരിച്ചുകൊണ്ട് പട്ടിണി കിടക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ അറുതി വരുത്തിയതായ ആളുകൾ, നമസ്കാരം ചുട്ടുവെച്ച് സകാത്തുകൾ കൊടുത്ത് എല്ലാ നിലയ്ക്കും പാവങ്ങളെ സഹായിച്ച് ദീനിന്റെ അഭിമുഖമായി നിലകൊണ്ടുകൊണ്ട് ദീനിനെ തക്ബീർ മുഴക്കിക്കൊണ്ട് തൗഹീദിന്റെ പ്രതിധ്വനിയായിട്ട് നിലകൊണ്ടതായ ആളുകൾ, അവർ നാളെ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് വന്ന് ആ മഹ്ശറയിൽ വിജയശ്രീലാളിതരായി വലത് കൈയിൽ ഏട് നൽകപ്പെട്ട് സ്വർഗത്തിലേക്ക് സിറാത്ത് പാലം വേഗത്തിൽ കടന്ന് സ്വർഗത്തിന്റെ വാതിലൂടെ കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ആ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് മലക്കുകൾ വിളിച്ചു പറയുകയാണ്, സലാം സലാം, നിങ്ങൾക്ക് രക്ഷയാണ്. ഈ ദുനിയാവിൽ പ്രയാസം സഹിച്ചവരല്ലയോ, ഈ ദുനിയാവിൽ കൂരിരുട്ടിൽ വസിച്ചവരല്ലയോ, വിളക്കില്ലാതെ പഠിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിയവരല്ലയോ, പ്രയാസം അനുഭവിച്ചുകൊണ്ട് ജീവിച്ചവരല്ലയോ, ഈ ദുനിയാവിൽ ഉരുൾപൊട്ടൽ നൽകപ്പെട്ടവർ, ഈ ദുനിയാവിൽ പ്രയാസം അനുഭവിച്ചവർ, ഈ ദുനിയാവിൽ വീടില്ലാതായവർ, ഈ ദുനിയാവിൽ വാപ്പയില്ലാതായവർ, ഈ ദുനിയാവിൽ ദുരന്തങ്ങളിലൂടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയവർ, തന്റെ കുഞ്ഞിനെ മാറിലും ചെറുത്തു കൊടുത്തിരിക്കുമ്പോ മാറിൽ നിന്നും പല പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഉരുൾപൊട്ടൽ കടന്നു വന്നുകൊണ്ട് മക്കളെ നഷ്ടപ്പെട്ടു പോയവർ, മക്കൾ എവിടെയാണെന്ന് തിരിച്ചറിയാതെ വാപ്പയുടെ ജനാസ എവിടെ, ഉമ്മയുടെ ഖബറെവിടെ, ഉമ്മയുടെ ജനാസ ഇതുവരെ തിരിച്ചു കെട്ടാതെ നിലകൊണ്ട ആളുകൾ, വളരെയേറെ പ്രയാസം അനുഭവിച്ച മോമിനിയങ്ങൾ, എല്ലാ ദുരിതവും അനുഭവിച്ചവരെ, നിങ്ങൾ ആ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് ഇബാദത്ത് അനുഷ്ഠിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് രക്ഷയാണ്. ഇതാ കാലാകാലം വസിക്കാൻ ഈ മഹത്താകുന്ന സ്വർഗം നിങ്ങൾക്ക് തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് വിളിക്കുമ്പോ ആ സ്വർഗത്തിലേക്ക് കടക്കുന്ന വിശ്വാസികൾ ആദ്യമായി പറയുന്നത് അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട്, പടച്ച റബ്ബിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ വിളിച്ചു പറയുകയാണ് അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഈ ലോകത്തിന്റെ തമ്പുരാനായ, ജഗന്നിയന്താവായ, പരിപാലകനായ, സർവേശ്വരനായ, സർവാധിപതിയായ, സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ പടച്ച തമ്പുരാനാണ് സർവസ്തുതിയും. നാവ് കൊണ്ട് പറയാ സാധിക്കുമത്രേ, നാവ് കൊണ്ടവന് പറയാ സാധിക്കുന്ന വചനം അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ആ
ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് കടക്കുമ്പോ പറയുന്ന വാക്ക് എന്താ പറയുന്നത്? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതി. അത് പറയണമെങ്കിൽ ഈ നാവ് കൊണ്ട് ദുനിയാവിൽ വർത്താനം പറയാതിരിക്കണം. അതാ പറഞ്ഞില്ല, നാവ് സൂക്ഷിക്കണം. അല്ലേ അങ്ങോട്ട് പോകുമ്പോ ഒന്നും മിണ്ടായില്ല. അല്ലാഹു ആക്കട്ടെ. സ്വർഗത്തിൽ കടക്കുമ്പോ ഇത് പറയും. ഏത് പറയും? ഖുർആനാണ്. ഖുർആൻ പറ സത്യവിശ്വാസികൾ പറയുന്നതാണ്. വഖാലൂ അൽഹംദുലില്ലാഹ്. മുഅ്മിനീങ്ങൾ പറയുമത്രേ, സ്വർഗത്തിലേക്ക് കടന്നാൽ അവർ വിളിച്ചു പറയുകയാണ് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ സദഖനാ വഅദ, അവന്റെ കരാറുകളെ, അവന്റെ വാഗ്ദാനങ്ങളെ പൂർത്തീകരിച്ചില്ലയോ? അവന് പറഞ്ഞു, നിങ്ങൾ ദുനിയാവിൽ ഇബാദത്തെടുത്താൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അവന് പറഞ്ഞു, ദുനിയാവിൽ ദുരന്തങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, മക്കളില്ലാതെ, ഭാര്യയില്ലാതെ, സഹോദരനില്ലാതെ, സഹോദരിയില്ലാതെ, അയൽവാസികളില്ലാതെ, ബന്ധുമിത്രാദികളില്ലാതെ, കൂട്ടുകുടുംബാദികളില്ലാതെ, സമ്പത്തില്ലാതെ, സൗഭാഗ്യങ്ങൾ മുഴുവനും നഷ്ടപ്പെടുത്തി ഈ ദുനിയാവിൽ നിന്നെ പരീക്ഷിക്കുമെന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞു. എല്ലാം മനസ്സിലാക്കിക്കൊണ്ടവൻ ധരിച്ചു, സർവ്വതം പടച്ച റബ്ബിന് വേണ്ടി ധരിച്ചു. എല്ലാം അല്ലാഹുവിലേക്ക് തവക്കുലാക്കി. തന്റെ ഭാര്യ പോയപ്പോ, തന്റെ മക്കൾ പോയപ്പോ, തന്റെ കുടുംബം നഷ്ടപ്പെട്ടു പോയപ്പോ എല്ലാം പടച്ച റബ്ബിലേക്ക് തവക്കുലാക്കി, അല്ലാഹുവിലേക്ക് ഫലമേൽപ്പിച്ചുകൊണ്ട് 5 വക്ത് നമസ്കാരങ്ങൾ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങുമ്പോ കൃത്യമായ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് തലമറച്ചുകൊണ്ട് ആദ്യ വക്തിൽ തന്നെ വീടിന്റെ തലങ്ങൾ നമസ്കാരം നിർവഹിച്ചുകൊണ്ട് നിലകൊണ്ട പെങ്ങളെ, നിനക്ക് നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുമ്പോ ആ സ്വർഗത്തിൽ കടന്നുകൊണ്ട് നീ പറയുന്ന വചനം അൽഹംദുലില്ലാഹ്. വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ച് നൽകിയ റബ്ബിനാണ് സർവസ്തുതിയും സർവസ്തുതിയും. അൽഹംദുലില്ലാഹ്. അത് പറയണമെങ്കിൽ ഈ ദുനിയാവിൽ നിന്റെ നാവ് നന്നാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഭാഗ്യമുണ്ട് നിന്റെ 2 അവയവങ്ങൾക്ക്. ഏതാ 2 അവയവം? ഏതാണ്? ഇവിടെ കണ്ണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കണമെന്നുണ്ട്, അറിയണ്ടേ? വേഗം നിർത്താൻ വേണ്ടി. ഒന്ന് കണ്ണും പിന്നെ ഒന്ന് നാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ 2 അവയവം ഭയങ്കര ഭാഗ്യമുള്ള അവയവം. ഇത് 2 നാളെ അവിടെ മഹ്ശറിൽ എത്തുമ്പോൾ സംസാരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد. ഒന്നാമത്തെ CCTV ക്യാമറ. എത്ര എണ്ണം മറന്നിട്ടില്ല അല്ലേ? 5 ക്യാമറകൾ. 1 ഇവിടെ ശ്രദ്ധിക്ക്, വേഗം പറയാണ് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്ക്. 1 പറയാതെ പോയാൽ ചിലപ്പോൾ നിങ്ങൾ പറയും, ഇത്രയും നേരം നമ്മളോട് ഇരുന്നത് ആ ക്യാമറ പറയുന്നു, അവസാനം വിരിച്ചു കഴിഞ്ഞപ്പോൾ ശരിയായിരുന്നു, ഈ കുണം കാണിച്ച് എനിക്ക് പോയെന്ന് പറയരുത്. അതുകൊണ്ട് അത് പറയുന്നു. ഇവിടെ ശ്രദ്ധിച്ചു. 5 ക്യാമറകൾ. 1 ഇവിടെ ശ്രദ്ധിക്ക്. ഒന്നാമത്തെ ക്യാമറ, ഫസ്റ്റ് ക്യാമറ ആരാണ്? അല്ലാഹ്. അതാണ് ഏറ്റവും വലിയ ക്യാമറ. ഖുർആൻ പറയാൻ ഓരോ ക്യാമറകൾ എണ്ണി എണ്ണി പറയാം. ഇവിടെ ശ്രദ്ധിച്ചോ, ഖുർആനും ഹദീസും വെച്ചുണ്ട് 5 ക്യാമറകൾ. ഇവിടെ ശ്രദ്ധിച്ചോ, എത്ര ക്യാമറകൾ? 5 എണ്ണം. 1 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. വലഖദ് ഖലഖനൽ ഇൻസാൻ, നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, മാനവനെ പടച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മനുഷ്യന്റെ മനസ്സ് മന്ത്രിക്കുന്ന സർവകാര്യങ്ങളും നമുക്കറിയാം. ആര് പറയാൻ? അല്ലാഹ് പറയാൻ.
മനുഷ്യ മാനവ, നീ കരുതുന്നുണ്ടോ പാതിരാത്രി സമയത്ത് ആരും അറിയാതെ രഹസ്യമായി നീ റൂമിലിരുന്നു കൊണ്ട് ബ്ലൂ ഫിലിമുകൾ കാണുന്നത്, അന്യരാകുന്ന സ്ത്രീ പുരുഷന്മാരെ നിങ്ങൾ ചാറ്റിംഗ് നടത്തുന്നത് അല്ലാഹു കാണുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? വഇൻദഹു മഫാതീഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. സൂറത്തുൽ അൻആം 59-ാമത്തെ വചനം. ഖുർആൻ. വഇൻദഹു മഫാതീഹുൽ ഗൈബ്, അല്ലാഹുവിന്റെ പക്കലാണ് ലോകത്തുള്ള സർവ്വ അദൃശ്യത്തിൻ്റെതായ താക്കോലുകൾ. ഈ ലോകത്തിന്റെ തമ്പുരാന്റെ സമുദ്രത്തിലാണ്, അല്ലാഹുവിന്റെ ഖജനാവയാണ്, റബ്ബിന്റെ തിരുസമുദ്രത്തിലാണ് എല്ലാ അദൃശ്യത്തിന്റെ അറിവുകളും. എത്രത്തോളം അല്ലാഹു പറയാൻ, ലാ യഅലമുഹാ ഇല്ലാ ഹു. അദൃശ്യജ്ഞാനങ്ങൾ അല്ലാഹു അല്ലാതെ ലോകത്ത് ഒരു വസ്തുവും ഒരു ആളും അറിയുകയേ ഇല്ല. എത്ര വലിയ പഠിപ്പുള്ളവനായിരുന്നാലും എത്ര വലിയ സയന്റിസ്റ്റ് ആയിരുന്നാലും പടച്ച റബ്ബുരാന്റെ മുന്നിൽ ഒന്നുമല്ല. ഇന്നും കോട്ടയം ജില്ലയിൽ യെല്ലോ അലർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പറഞ്ഞതുപോലെയുള്ള മഴയൊന്നും പെയ്തിട്ടില്ല. അലർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും മഴ പെയ്യണമല്ലോ, നമ്മുടെ മുന്നേ പെയ്തിട്ടില്ല. ഇന്ന് കൊല്ലം ജില്ലയിൽ നോക്കുമ്പോൾ നല്ല മഴ. മനസ്സിലായില്ലേ? പറച്ചിൽ പോലെ ഉണ്ടാവൂല. അതാണ് അല്ലാഹു തആല പറയണം എവിടെ മഴ പെയ്യണം, എവിടെ ഇതുണ്ടാവും. അത് പറച്ചോ, അല്ല നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. റെഡ് അലർട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമല്ല, അത് പടച്ചോൻ തീരുമാനിക്കും. ചിലപ്പോൾ ആ ദിവസം വന്നോണമെന്നില്ല, പിറ്റേ ദിവസമായിരിക്കും വരിക. ഇപ്പോഴാണ് ഇതൊക്കെ കണ്ടുപിടിച്ച് റെഡ്, ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ അല്ലേ? ലാ യഅലമുഹാ ഇല്ലാ ഹു. ഈ ലോകത്തിന്റെ തമ്പുരാനല്ലാതെ, ജഗന്നിയന്താവല്ലാതെ, പരിപാലകനല്ലാതെ, സർവേശ്വരനല്ലാതെ, സർവാധിപതിയല്ലാതെ, സർവലോക സൃഷ്ടിപ്പിന് സംഹാര കർത്താവല്ലാതെ, പടച്ച തമ്പുരാനല്ലാതെ ഒരാളും അറിയുകയില്ല. അങ്ങനത്തെ ചില അദൃശ്യജ്ഞാനങ്ങളുണ്ട്. ആര് പറയുന്നു? ശുദ്ധ ഖുർആൻ. അല്ലാഹു തആല പറയാം, വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. സമുദ്രത്തിലും കരയിലും വസിക്കുന്നത് എന്തൊക്കെയാണ്, ഈ കരയിൽ എന്തൊക്കെ സംഭവിക്കും, ദുരന്തങ്ങൾ ഉണ്ടാകുമോ, ഭൂമി കുലുക്കമുണ്ടാകുമോ, പ്രളയ ദുരന്തങ്ങൾ ഈ കരയിൽ നിന്ന് കടലിൽ നിന്ന് കരയിലേക്ക് കടന്നു വരുമോ, സുനാമികൾ ഉണ്ടാകുമോ, ആകാശത്ത് നിന്ന് മഴ വരുമോ, പടച്ച തമ്പുരാന് മാത്രമാണ് അറിയുക. സുനാമി വന്നപ്പോ അതിന് മുമ്പായിട്ട് തവളകളൊക്കെ കടൽ തീരത്തുനിന്ന് പോയെന്നാണ് ഈ അടുത്ത് വാർത്ത ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? സുനാമി വരുന്നതിന് മുമ്പ് തവളകൾ അറിഞ്ഞു എന്ത് സുനാമി വരാൻ പോവാണ്, മനുഷ്യൻ അറിഞ്ഞില്ല. മനുഷ്യൻ വായിക്കാത്ത മണ്ണ് വന്ന് കയറിയപ്പോഴാണ് അറിഞ്ഞത് സുനാമിയെ വന്നു എന്നുള്ളത്. അപ്പോഴാണ് അറിയാം. വിവരം ഉണ്ടെന്ന് പറയുന്ന മനുഷ്യൻ അറിഞ്ഞില്ല, തവളയെ അല്ലാഹു തആല അറിയിച്ചു. വേഗം വിട്ടോ, പഠിച്ചോനെ വിട്ടോ. അടുത്ത വാർത്തയായിരുന്നു. ഒറ്റ തവള ചത്തിട്ടില്ല, തവളകളൊക്കെ എസ്കേപ്പായി. അതാണ് ഖുർആൻ പറയുന്നത്. എന്ത്? അല്ലാഹു തആല അറിയിച്ചു കൊടുക്കണം, അല്ലാതെ ഒരു വിവരവും നമുക്കില്ല. പടച്ച തമ്പുരാനാണ് എല്ലാ അറിവും ഉള്ളത്. പടച്ച തമ്പുരാനാണ് എല്ലാ അറിവും. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ.
ശിഖരങ്ങളിലൂടെ, വൃക്ഷങ്ങളിൽ നിന്ന് ശിഖരങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നതായ ഇലകളെ കണ്ടിട്ടില്ലയോ? വൃക്ഷങ്ങൾ കുഴിച്ചുവിടുന്നതാകുന്ന ഇലകളില്ലയോ? പച്ചയായിരുന്നാലും പഴുത്തതായിരുന്നാലും അവകളെ തിരിച്ചറിയുന്നത് പടച്ച തമ്പുരാനാണ്. ഏതൊക്കെയാണ് പഴുത്തത്, ഏതൊക്കെയാണ് പച്ചകൾ, അതെപ്പോഴാണ് വീഴുക, ഏത് സമയത്താണ് അത് അറ്റി വീഴുക, ഇത് റബ്ബിന് മാത്രമാണ് അറിയുക. വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 28-നാണോ, ഓഗസ്റ്റ് 24-നാണോ, ഓഗസ്റ്റ് 23 രാത്രിയിലാണോ ആ പ്രാവിൽ നിന്ന് ഇല പൊഴിയുന്നത്? അത് പടച്ച തമ്പുരാന് മാത്രമാണ് അറിയുക. അള്ളാഹ് തീരുമാനിക്കണം ഇലങ്ങനെ പൊഴിയണമെങ്കിൽ, അതിന്റെ ഞെട്ടറ്റിങ്ങനെ വീഴണമെങ്കിൽ അള്ളാഹ് കരുതണം. പഴുത്തത് പച്ചയത് അത് എപ്പോഴാണോ? ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, ഒക്കെ വ്യക്തമായിട്ട് അള്ളാഹു തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അള്ളാഹ് അറിയാതെ ഒരു പണി നടക്കൂല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം മൊത്തത്തിൽ. അതാണ് ഖുർആൻ പറഞ്ഞത്. എന്ത്? സൂറത്തുൽ ഖാഫ്. ഏത്? ശ്രദ്ധിക്ക്. ഒന്നാമത്തെ ക്യാമറ, 5 ക്യാമറകൾ ഒന്ന് ഏത്? അള്ളാഹ് ഏറ്റവും വലിയ ക്യാമറ. വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത്, നാമാണ് സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യ, മാനവ, നിന്റെ കർണനരമ്പിനേക്കാൾ നിന്നോട് ഏറ്റവും കൂടുതൽ അടുത്തിട്ടുള്ളത് ഞാനാണ്. നിന്റെ മനസ്സിന്റെ മന്ത്രോച്ചാരണം പോലും ഞാൻ തിരിച്ചറിയുമേ. ഈ മനസ്സിൽ ഇങ്ങനെ കരുതിയാ മതി, അപ്പൊ തന്നെ എനിക്കതറിയാന്ന് പടച്ച തമ്പുരാൻ പറയാം. ഏറ്റവും വലിയ ക്യാമറ, ഏറ്റവും വലിയ ക്യാമറ. അള്ളാഹെ മറച്ചുകൊണ്ട് ഒരു പണി നടക്കൂല എന്നർത്ഥം. മനസ്സിലായോ? നമ്പർ 1 ക്യാമറ അതാണ്. അടുത്ത ക്യാമറ. എത്ര ക്യാമറ ഉണ്ട് പറയണോ? അത് അടുത്ത വാതിന് പറഞ്ഞാൽ മതിയോ? നാളെ ജുമായിക്ക് പറയാല്ലേ? അടുത്ത രണ്ടാമത്തെ ക്യാമറ ഏതാണത്? ഖുർആൻ. ഇദ് യതലഖൽ മുതലഖിയാൻ അനിൽ യമീനി വഅനി ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗൽ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യ, മാനവ, നിന്റെ നാവ് കൊണ്ട് നീ എന്തുച്ചരിക്കുന്നുവോ അതും അടയാളപ്പെടുത്താനായി അല്ലാഹു ഇതാ മലക്കുകളെ വെച്ചിരിക്കുകയാണ്. വലത്ത് റഖീദുണ്ട്, ഇടത്ത് അതീദുണ്ട്. 2 മലക്കുകൾ നിന്റെ ക്യാമറകളാണ്, ക്യാമറയാണ്. മാ യൽഫിദു മിൻ ഖൗൽ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നീ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് അടയാളപ്പെടുത്താൻ അള്ളയുണ്ട്, എന്നാൽ നീ ഉച്ചരിക്കുന്നത് അടയാളപ്പെടുത്താൻ മലക്കുകളുമുണ്ട് എന്ന് ഖുർആൻ. നീ ചിന്തിക്കുന്ന അടയാളപ്പെടുത്താറുണ്ട്, അള്ളയുണ്ട്. ഏറ്റവും വലിയ ക്യാമറ, ഫോക്കസ് കൂടിയതാണ്. മറ്റത് അത്രയില്ല, നിന്റെ ചിന്തയ്ക്കൊന്നുമില്ല. നീ നാവോട്ട് തീരും പറയാൻ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ എഴുതി കഴിഞ്ഞു. റഖീബ് അതീദ് അടുത്ത ക്യാമറ, രണ്ടാമത്തെ ക്യാമറ അതാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇതിങ്ങനെ ഉണ്ടെന്ന് മദ്രസയിൽ കണ്ട് വെച്ച് ഓർമ്മയുണ്ട്. അല്ലാഹ് ഇത് ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഈ സൈസ് ക്യാമറ എന്ന് ഇപ്പോഴാണ് അറിയുന്നത്. സംഭവം വെറുതെ ഇരിക്കല്ലേ, ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. ഇനി ഏതാ ഉസ്താദാ? 3ാമത്തെ ക്യാമറ. കഴിഞ്ഞില്ലേ? വേറെ ഒന്നുമില്ലല്ലോ, മലക്കുകളൊന്നും ഇല്ലല്ലോ. അടുത്ത ക്യാമറ പറയണോ? ഈ മലക്കുകളെ തന്നെ മാറ്റുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അടുത്ത ഹദീസിലോട്ട് വന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ഈ മലക്കുകൾ റൊട്ടേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ അസറിന് ഒരു കൂട്ടം മലക്കുകൾ വരും. അവരിങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിൽക്കുന്ന റഖീബ് അതീദ് അലൈഹിം വസ്സലാത്തു വസ്സലാമിന്റെ ലിസ്റ്റുകൾ സെപ്പറേറ്റ് അവരെഴുതും. അവരെഴുതി തുടങ്ങും. അസർ മുതൽ എഴുതി തുടങ്ങും. എവിടെ വരെ? സുബഹി വരെ എഴുതി തുടങ്ങും. സയ്യിദുനാ റസൂലുള്ളാഹി ആണ് 3ാമത്തേതാ ഹദീസാണ്. ഹദീസ് പറഞ്ഞിട്ടുമ്പോ മനസ്സിലാവും. قال رسول الله صلى الله عليه وسلم
അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. യതആഖബു ഫീകും മലായികത്തുൽ ലൈൽ വമലായികത്തുൻ നഹാർ يجتمعون في صلاة العصر وفي صلاة الصبح. രണ്ട് ടൈമിലായി, സുബഹിയുടെയും അസറിന്റെയും ടൈമിലായി മലക്കുകളെ അല്ലാഹു റൊട്ടേറ്റ് ചെയ്യുമത്രേ. ഒരു കൂട്ടം മലക്കുകൾ സുബഹിക്ക് ഇറങ്ങി വരുകയാണ്. സുബഹി മുതൽ അവർ അസർ വരെ നീ ചെയ്ത നന്മ തിന്മകൾ രേഖപ്പെടുത്തുകയാണ്. അസർ വരെ നിലനിൽക്കുകയാണ്. അസറിന് മറ്റൊരു കൂട്ടം മലക്കുകൾ ഇറങ്ങി വരുകയാണ്. രണ്ടുപേരും കൂടി അസർ ജമാഅത്തായി നമസ്കരിക്കുകയാ. അസർ കഴിയുമ്പോ സുബഹി മുതൽ അസർ വരെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ മലക്കുകൾ റെക്കോർഡുകൾ കൈമാറിയിട്ട് അവർ ഇതാ കയറി പോകുകയാണ്. വീണ്ടും അസർ മുതൽ സുബഹി വരെ ഈ മലക്കുകൾ നിലകൊള്ളുകയാണ്. അടുത്ത സമയമാകുമ്പോ, സുബഹിയുടെ വഖത്താകുമ്പോ അടുത്ത വിഭാഗം മലക്കുകൾ ഇറങ്ങി വരുകയാണ്. ഫയജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്ർ വഫീ സ്വലാത്തി സുബ്ഹ്. സുബഹിക്കും അസ്റിനും ഇതാ മലക്കുകൾ ഒരുമിക്കുകയാണ്. അവർ ഇമാമുൻ ജമാഅത്തായി നമസ്കാരം നിർവഹിക്കുകയാണ്. വീണ്ടും റെക്കോർഡ് കൈമാറി, വീണ്ടും അടുത്ത ടീം വന്നു. അവർ സുബഹി മുതൽ അസർ വരെ നിലകൊണ്ടു. അടുത്ത ടീം വീണ്ടും വരുന്നു, അസർ ജമാഅത്തായി നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് റെക്കോർഡ് കൈമാറി വീണ്ടും അടുത്തു പോകുന്നു. ഇങ്ങനത്തെ ക്യാമറകളുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. ഇങ്ങനെയുണ്ടോ? ഉണ്ട്, ഹദീസ്. അപ്പൊ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തീദ് റഖീബ് അത്തീദ് മാത്രമല്ല, അടുത്ത ടീമുകളുണ്ട്. യതആഖബു ഫീകും മലായികത്തുൽ ലൈലി വമലായികത്തുൻ നഹാരി യജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്രി വഫീ സ്വലാത്തി സുബ്ഹി. സയ്യിദുനാ റസൂലുള്ളാഹി. തീർന്നില്ല. ഫയഅർജൂന മൻ ബാതു ഫീകും. രാത്രിയിൽ അമൽ ചെയ്തവരുടെ അമലുകളെ രേഖപ്പെടുത്തിയതാകുന്ന മലക്കുകൾ സുബഹിയുടെ സമയമാകുമ്പോ അടുത്ത മലക്കുകൾ വരുമ്പോ അവരുമായി ഇമാമും ജമാഅത്തുമായി സുബഹി നമസ്കരിച്ചിട്ട് ആകാശ ലോകത്തേക്ക് കയറുകയാണ്. ഫയഖൂലുല്ലാഹു അസ്സ വജല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കയറി വരുന്ന മലക്കുകളോട് ചോദിക്കുകയാണ്, കൈഫ തറക്തും ഇബാദി. എന്റെ ദാസന്മാരെ നിങ്ങൾ എങ്ങനെയാണ് ഉപേക്ഷിച്ചത്? ഏത് നിലയിലാണ് കണ്ടുമുട്ടിയത്? ഏത് നിലയിലാണ് അവരെ എത്തിച്ചത്? അല്ലാഹു തആലാക്ക് ആ അടിമകളെ കുറിച്ച് നല്ലതുപോലെ അറിയാമെങ്കിലും ഈ മലക്കുകളുടെ വായിൽ നിന്ന് കിട്ടാൻ അല്ലാഹു കൊതിക്കുകയാണ്. മലക്കുകൾ പറയുമത്രേ, അത്തൈനാഹും വഹും യുസല്ലൂൻ വതറക്നാ വഹും യുസല്ലൂൻ. ഞങ്ങൾ ചെല്ലുമ്പോഴും അവർ നമസ്കരിക്കുകയായിരുന്നു അല്ലാഹ്. ഞങ്ങൾ കയറി വരുമ്പോഴും അവർ നമസ്കരിക്കുകയായിരുന്നു അല്ലാഹ്. നിന്റെ അടിമകൾ സച്ചരിതരാണ് പടച്ച റബ്ബേ. അവർ ഇബാദത്തെടുക്കുന്നത് കണ്ടുകൊണ്ടാണ് കടന്നു വരുന്നത് എന്ന് സാലിഹീങ്ങളെ പറ്റി മലക്കുകൾ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ മൂന്നാമത്തെ ക്യാമറ മനസ്സിലായോ? മലക്കുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഇനി നാലാമത്തെ ക്യാമറ. ഓരോ ക്യാമറ ഓർമ്മ വേണം. ഒന്ന് അല്ലാഹ്, രണ്ടാമത്തത് റഖീബ് അത്തീദ്, മൂന്നാമത്തത് മലക്കുകൾ റൊട്ടേറ്റ് ചെയ്യും. 4 വേഗം നിർത്താണ്. 4, 5 അതുകൂടെ കഴിഞ്ഞ ദ്വാരക്കാൻ പോവാൻ. നാലാമത്തെ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാലാമത്തെ ക്യാമറ ഈ ഭൂമിയാണ്. ഈ ഭൂമി നിന്നെ സംരക്ഷിക്കണേ. ഈ ഭൂമി നിന്നെ നോക്കുന്നുണ്ട്. നീ ഓർക്കും, അടച്ചിട്ട റൂമിൽ ആരും അറിയില്ല, ഒരാൾ പോലും ഇല്ല. എവിടെയെങ്കിലും അവിടെ ക്യാമറ ഉണ്ടെന്നറിയാം. മൊബൈൽ ഫോണിലെ ക്യാമറ ഓൺ ചെയ്തിട്ട് നീ ഇങ്ങനെ ചുറ്റും റോന്ത് ചെയ്ത് നിൽക്കുക അല്ലേ? നമ്മൾ ചിലപ്പോൾ സ്യൂട്ട് റൂമൊക്കെ എടുത്തിട്ട് കിടക്കും. അപ്പൊ അവിടെ ക്യാമറകൾ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി പഠിപ്പിച്ചിരിക്കുന്ന ഒരു നമ്പറാണ് എന്ത്, നമ്മുടെ മൊബൈൽ ഫോണിലെ ക്യാമറ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ മൊത്തം പരിശോധിക്കാം, മുക്കുമൂലകൾ പരിശോധിക്കാം. അപ്പൊ എവിടെയെങ്കിലും ഇങ്ങനെ ചുവന്ന ലൈറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ക്ലിപ്പാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും.
മടിച്ചു വെച്ചോ, എവിടെയെങ്കിലും പോവാണെങ്കിൽ അത് ചെയ്താൽ മതി. ഇതിങ്ങനെ മൊത്തം മുക്കുമൂല മൊത്തം ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ സൂര്യഭാഗം വിളിക്കുന്നത് കേൾക്കാം, പിന്നെ ഉറങ്ങണമെന്നില്ല. ക്യാമറ ഉണ്ടോന്ന് നോക്കിയതാ, ഉറങ്ങാൻ വേണ്ടി റൂം എടുത്തേ, അല്ലാത്ത പിന്നെ ഉറക്കമില്ല. നമ്മുടെയൊക്കെ അവസ്ഥ അതാണ്. മനസ്സിലായി? അല്ല, ഇത് മൊത്തം നോക്കി വരാൻ പിന്നെ ഇവിടെ കിടക്കുക. എന്തിനു പേടിക്കുന്നത്? അശ്ലീലത കാണിക്കുന്നവനല്ലേ പേടിക്കേണ്ടുള്ളൂ, അല്ലാത്തവൻ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക, അതാണ് പറയാനുള്ളത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് വേറെ വിഷയമാണ്, വേറെ ടോപ്പിക്കാണ്. ശ്രദ്ധിച്ചോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെങ്കിലും ക്യാമറകളൊക്കെ നമ്മൾ നോക്കും. ഇവിടെ ശ്രദ്ധിച്ചോ, ഭൂമി ഒരു ക്യാമറ ആണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. റൂമിൽ നമ്മൾ ആരും ഇല്ലല്ലോ എന്ന് കരുതും, ഒരു ക്യാമറ ഇല്ലല്ലോ, പക്ഷെ ആ സ്ഥലം മതി, ആ സ്ഥലം നിനക്കെതിരെ സാക്ഷി നിൽക്കും സയ്യിദുനാ റസൂലുള്ളാഹി. നീ നന്മ ചെയ്താൽ അങ്ങനെ, തിന്മ ചെയ്താൽ അങ്ങനെ. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെടുന്ന ആളുകളെ ഓർത്തുകൊണ്ട് നമസ്കരിച്ച സ്ഥലങ്ങൾ കരയുമേ കരയുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കാപ്പന പള്ളിയിൽ നമസ്കരിച്ചവരെ, പുതുത്തെരുവ് ജമാഅത്തിൽ നമസ്കരിച്ചവരെ, പുത്തൻതെരുവ് ജമാഅത്തിൽ നമസ്കരിച്ചവരെ, കരുനാഗപ്പള്ളി സന്ദറിൽ നമസ്കരിച്ചവരെ, പള്ളികൾ നമസ്കാരം കൊണ്ട് സജീവമാക്കിയ മുസ്ലിമേ, വീടിന്റെ അകത്തളങ്ങളിൽ പർദ്ദ ധരിച്ചുകൊണ്ട് കൃത്യമായി ജമാഅത്ത് ശീലിച്ചുകൊണ്ട് നമസ്കാരം ശീലിച്ച സഹോദരി, വീടിന്റെ അകത്തളങ്ങൾ അതായി നമസ്കരിച്ച സഹോദരി, നീ നമസ്കരിക്കുന്ന സ്ഥലങ്ങൾ നീ മരിച്ചു കഴിയുമ്പോ നിന്നെ ഓർത്തുകൊണ്ട് വിലപിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ തഹഫദുൽ അർള ഫഇന്നഹാ ഉമ്മുകും, ഭൂമിയെ സൂക്ഷിക്കണേ സാബാ, കാരണം ഭൂമി നിങ്ങളുടെ മാതാവാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. മരം വെട്ടി നശിപ്പിച്ചവരല്ലയോ, മരം വെട്ടി നശിപ്പിച്ചതായ ആളുകളല്ലയോ, മലകൾ തൂർത്തടിച്ചവരല്ലയോ, അത് വെട്ടിപ്പിടിച്ചവരല്ലയോ, അത് മണൽ മാഫിയകൾക്ക് വിറ്റവരല്ലയോ. ഇന്ന് ഈ ഭൂമി അവന് തിരിച്ചടിയായപ്പോ മനുഷ്യ നീ കേരിക്കരുതേ, കേരിക്കരുതേ, കാരണം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ് തഹഫദുൽ അർള ഫഇന്നഹാ ഉമ്മുകും, ഈ ഭൂമിയെ നീ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ, ഭൂമിയെ നീ നശിപ്പിക്കരുതേ, അതിനെ നീ വെട്ടിപ്പിടിക്കരുതേ, അതിന്റെ മലകൾ തകർക്കരുതേ, തകർക്കരുതേ, കാരണം ഈ മലകൾ എന്ന് പറയുന്നത് ഭൂമിയുടെ ആണിയാണ്, ആണിയാണ്. അമ്മയതസാഅലൂൻ അനിൻ നബഇൽ അദീം الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا. ഖുർആൻ അടിവരയിട്ടുകൊണ്ട് സൂറത്തുൻ നബയിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. വൽ ജിബാല ഔതാദാ, ഈ പർവ്വതങ്ങളെ നിങ്ങൾക്ക് നാം ആണികളാക്കിയില്ലയോ, ഈ ഭൂമികളെ അടിച്ചുറപ്പിച്ചിരുന്നതായ പലകകളിൽ ആണി അടിപ്പിച്ച് ഉറപ്പിക്കുന്നത് പോലെ ഈ ഭൂമിയെ ഉറപ്പിച്ചിരുന്ന പർവ്വതങ്ങളെ JCB കൊണ്ടുകൊണ്ട് മറിച്ചിട്ടവരെ, ഹിറ്റാച്ചി കൊണ്ടുവന്ന് മറിച്ചിട്ടവരെ, അതിനെ തകർത്ത് തരിപ്പണമാക്കിയവരെ, ആ ഭൂമി തന്നെ നിനക്ക് തിരിച്ചടിയാണ്, തിരിച്ചടിയാൻ. തഹ്ഫദുൽ അർള ഫഇന്നഹാ ഉമ്മുകും, ഈ ഭൂമിയെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ, ഭൂമി നിങ്ങളുടെ മാതാവാണ്, മാതാവാൻ. സയ്യിദുനാ റസൂലുള്ളാഹി. ഭൂമി നിങ്ങളെ ഇങ്ങനെ നോക്കുക, വാച്ച് ചെയ്യുക, നിങ്ങളുടെ ക്യാമറയാണ് കേട്ടോ. ഭൂമി എവിടെ ഇല്ലാത്ത, നിങ്ങൾ എവിടെ പോയാലും ഭൂമിയല്ലേ. ഭൂമി നിങ്ങളുടെ മാതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ഭൂമിയാണ് അടുത്ത ക്യാമറ, നാലാമത്തെ ക്യാമറ അതാണ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമി നിങ്ങൾക്ക് സാക്ഷി നിൽക്കും. ഹദീസാണ് അടുത്ത ഹദീസ്. ഈ ഹദീസ് പൂർത്തീകരിക്കുന്നത് ഇങ്ങനെയാണ്. എന്താ പറഞ്ഞത്? വലൈസ മിൻ ആമിലിൻ ഉമില അലൈഹാ ഇല്ലാ വഹിയ മുഖ്ബിറാ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, സഹാബാ, ആരൊരുവൻ ഇതിന്റെ പുറത്തിരുന്നുകൊണ്ട് എന്ത് പ്രവർത്തനം ചെയ്യുന്നു അത് നാളെ മഹ്ശറിൽ വിളിച്ചു പറയുമേ ഈ സ്ഥലമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നീ വ്യഭിചാരം നടത്തിയതാണ് എങ്കിൽ, അശ്ലീലത കണ്ടതാണ് എങ്കിൽ, മോശപ്പെട്ടതാകുന്ന രീതിയിൽ സംസാരം നടത്തിയതാണ് എങ്കിൽ,
അന്യപ്പെണ്ണുമായി ഭാഷണം നടത്തിക്കൊണ്ട് ചായ ചീറ്റിംഗ് നടത്തിയതാണ് എങ്കിൽ, എന്ത് പ്രവർത്തനം നടത്തിയതായിരുന്നാലും നാളെ നിനക്ക് എതിരായി ഈ ഭൂമി സാക്ഷി നിൽക്കുമേ, സാക്ഷി നിൽക്കുമേ. ഭൂമി നിനക്കെതിരെ സാക്ഷി നിൽക്കും. സയ്യിദുനാ റസൂലുള്ളാഹി വലൈസ മിൻ ആമിലിൻ ഉമില അലൈഹ ഇല്ലാ വഹിയ മുഖ്ബിറ. ഭൂമുഖത്തിരുന്ന് എന്ത് ചെയ്താലും നാളെ ഭൂമി വിളിച്ചു പറയും, ഇവൻ ഇവിടെ ഇരുന്നിട്ട് എല്ലാ പരിപാടി നടത്തി കേട്ടോ എന്ന് വിളിച്ചു പറയും. ഭൂമി പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എവിടെ പോയാലും, ഏത് ഇശാ ക്ലബിൽ പോയാലും എവിടെ പോയാലും വിളിച്ചു പറയും. 5 ഇതാ നിർത്തുക. 5-മത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, 5-മത്തെ ക്യാമറ നിന്റെ അവയവമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി നിന്റെ ഓരോ അവയവവും, കണ്ണും നാക്കും നമ്മൾ നേരത്തെ പറഞ്ഞത്, കണ്ണും നാക്കും മാത്രമല്ല, അത് ബാക്കിയുള്ള 2 അവയവങ്ങളാണ്. എന്തുകൊണ്ട്? നാളെ റബ്ബിനെ കാണാൻ ഈ കണ്ണുകൊണ്ട് പറ്റും. റബ്ബിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വർഗത്തിൽ കിടക്കുമ്പോൾ അൽഹംദുലില്ലാ പറയാൻ ഈ നാവ് കൊണ്ട് പറ്റും. അതുകൊണ്ട് ഈ 2 അവയവങ്ങളും ഭാഗ്യമുള്ളതാണ്. എന്നാൽ ഈ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളെയും നീ ശ്രദ്ധിച്ചോ, ഹറാമിനെ തൊട്ട് സൂക്ഷിച്ചോ, കയ്യെ സൂക്ഷിച്ചോ, കൈകളുകളെ സൂക്ഷിച്ചോ, എല്ലാം സൂക്ഷിച്ചോ. എന്തുകൊണ്ട്? ഈ അവയവങ്ങൾ നിനക്കെതിരാകും. ഖുർആൻ അല്ലാഹു മുളക്കാക്കട്ടെ. 5-മത്തെ ക്യാമറ നിന്റെ അവയവങ്ങളാണ്. ഇതൊക്കെ പടച്ചാനിങ്ങനെ തന്നിരിക്കുക. നമ്മുടെ കയ്യിൽ തന്നെ ക്യാമറ ഉണ്ട്, എന്നിട്ട് നമ്മൾ വേറെ ക്യാമറ വിറ്റ് ചെയ്യാൻ പോവാ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇത് അടയാളപ്പെടുത്തുമെന്നാണ്. സൂറത്ത് യാസീൻ, വേറെ എവിടെയും പോണ്ട. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ أيديهم وتشهد أرجلهم بما كانوا يكسبون وقالوا لجلودهم لما شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء. شد القرآن. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലെത്തുമ്പോ നിനക്കെതിരായി നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ സാക്ഷി പറയുമ്പോ, അള്ളാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നീ നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളോട്, നിന്റെ കൈകളോട്, നിന്റെ കണ്ണുകളോട്, നിന്റെ നാവിനോട്, നിന്റെ കാതുകളോട് നീ തന്നെ വിളിച്ചു ചോദിക്കുകയാണ്, ലിമ ശഹിദ്തും അലൈനാ, അല്ലയോ അവയവങ്ങളെ, എനിക്കെതിരായിട്ട് നിങ്ങൾ എന്തിനാണ് സാക്ഷി പറയുന്നത്? ഞാൻ നിന്നിൽപ്പെട്ടവനല്ലയോ, നീ എന്നിൽപ്പെട്ടവനല്ലയോ, നമ്മളൊന്നല്ലയോ, ഒരു ശരീരമല്ലയോ, പിന്നെന്തിനാണ് നീ എനിക്കെതിരായി ഈ റബ്ബിന്റെ മുന്നിൽ സാക്ഷി പറയുന്നത് എന്ന് കൈകളോട് ചോദിക്കുമ്പോ, ശരീരത്തിന്റെ അവയവങ്ങളോട് ചോദിക്കുമ്പോ, ഖാലോ അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ശൈ. അവയവങ്ങൾ പറയുകയാണ്, പടച്ച തമ്പുരാനങ്ങൾക്ക് സംസാരിക്കാനുള്ള സംസാര വൈഭവം അല്ലാഹു നൽകിയിരിക്കുകയാണ്. പറയാതിരിക്കാൻ കഴിയുകയില്ല, പറയാതിരിക്കാൻ കഴിയുകയില്ല. അല്ലാഹു പറയിപ്പിച്ചതാണ്. ഈ ദുന്യാവിൽ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള വിഭവമൊന്നുമില്ല, കയ്യൊക്കെ ഇങ്ങനെ കാണിക്കലുള്ളൂ. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലെത്തുമ്പോ കയ്യും കാലും ഒക്കെ സംസാരിക്കും. ഖുർആൻ അല്ലാഹു കാക്കട്ടെ. വിളിച്ചു പറയും, പടച്ച റബ്ബേ അവൻ സിനിമയ്ക്ക് പോയതാ, അത് അവനവിടെ ഇരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് വിളിച്ചു പറയും. പിന്നെ TMB നമ്മൾ എപ്പോഴും കാണുമായിരുന്നു എന്ന് പറയും. അല്ലാഹു കാക്കട്ടെ, പടച്ച റബ്ബ് കാക്കട്ടെ. 5 ക്യാമറകൾ മനസ്സിലായോ? 1 അല്ലാഹു, 2 റഖീബ് അതീദ്, 3-മത്തത് മലക്കുകളെ തന്നെ സുബഹിക്കും അസ്റുമായിട്ട് റൊട്ടേറ്റ് ചെയ്യും, 4-മത്തത് ഭൂമി, 5-മത്തത് അവയവങ്ങൾ. ഈ 5 ക്യാമറയും നീ സൂക്ഷിച്ചോ സയ്യിദുനാ റസൂലുള്ളാഹി. ഈ 5 ക്യാമറ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അനങ്ങാൻ പറ്റൂല എന്നർത്ഥം, നിന്നെ പൂട്ടിട്ടിരിക്കുകയാണെന്ന് അർത്ഥം. അല്ലാഹു തആല ഏറ്റവും വലിയ ക്യാമറയാണ്, ഏറ്റവും ഫോക്കസ് കൂടിയ ക്യാമറ. നിങ്ങൾ കണ്ടിട്ടില്ലേ വലിയ വഴിസൈഡ്? ഈ ക്യാമറകൾ നമ്മൾ റോഡിൽ എവിടെയെങ്കിലും കണ്ടാൽ നമ്മൾ ഭയങ്കര ഒതുങ്ങും, സൂക്ഷ്മത കാണിക്കുകയാണ് ഭയങ്കരമായിട്ട്. ക്യാമറയുടെ മുന്നിൽ ഭയങ്കര വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തിയ കോലത്തിൽ കാണിക്കും അല്ലേ? എന്നാ അതുപോലെ ജീവിച്ചോ, തഖ്വ വെച്ച് ജീവിച്ചോ. അല്ലാഹു തൗഫീഖ് തരട്ടെ, എങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. ഇനി കുറഞ്ഞ കാലഘട്ട ജീവിതമുള്ളൂ. ആ ആയുസ്സിൽ 30-40 ഉള്ള ആയുസ്സിൽ പെട്ടെന്നാണ് ദിവസം പോകുന്നത്. രാവിലെ ഒന്ന് എഴുന്നേറ്റ് പല്ല് കഴിച്ച് കുളിച്ചു കഴിയുമ്പോൾ തന്നെ സമയം ഇങ്ങനെ പോയി. അത്ര സ്പീഡിലാണ് പോകുന്നത്, കാര്യങ്ങൾ അത്ര സ്പീഡിലാണ്. അപ്പൊ നീ ഒന്ന് ശരിക്കൊന്ന് റാഹത്തായിട്ട് കുറച്ചു നാളൊന്ന് ശ്രദ്ധിച്ചാൽ, ഒരു 2 ആഴ്ച ഒന്ന് നീ ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ടും അല്ലാഹു തആല നിന്നെ നന്നാക്കും.
ഉറപ്പാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് മഹത്തുക്കൾ പറയുന്നത് 40 ദിവസം നീ കൃത്യമായിട്ട് ഇമാമും ജമാഅത്ത് ശീലിക്കാൻ പറയുന്നത്. ഇമാമും ജമാഅത്ത് ശീലിക്കും. പുരുഷന്മാരെ സംബന്ധിച്ച് കൃത്യത വെക്കുക. പള്ളിയിൽ തന്നെ അവര് വക്കത്ത് നിസ്കരിക്കുമെന്ന് അങ്ങനെ ഒരു 40 ദിവസം നിത്യമാക്കിയാൽ നിന്റെ ജീവിതത്തിൽ ഒരു ചിട്ട വരികയാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്ത്രീകളും അതേപോലെ ആദ്യ വക്കത്തിൽ തന്നെ ഞാൻ നിസ്കരിക്കുമെന്നൊരു ചിട്ട നിങ്ങളൊരു 2 ആഴ്ച ഒന്ന് കൊണ്ടു നടന്നു നോക്കി. ഉറപ്പായിട്ടും അള്ളാഹു തആല ഒരു ഖൈറ് തരും. ഉറപ്പാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ.